പറഞ്ഞ് സമയം കളയുന്നില്ല. ഇന്നലത്തെ വളരെ അനുഗ്രഹീതമായ വളരെ ഹെൽപ്ഫുൾ ആയ ഒരു സെഷൻ പ്രിയപ്പെട്ട പ്രിൻസ് അച്ഛൻ നേതൃത്വം നൽകി. വളരെ ലളിതമായ ഭാഷയിൽ നമുക്ക് എല്ലാവർക്കും മനസ്സിലാകുന്ന രീതിയിൽ വളരെ ഭംഗിയായി ഈ സെഷൻ അച്ഛൻ നമുക്ക് എടുത്തു തന്നു. ഇന്നലെ അതിന്റെ ഒരു പ്രാരംഭമായ അതിന്റെ ഒരു ബേസിക് ലെവലിൽ അച്ഛൻ കുറെ അധികം കാര്യങ്ങൾ, എസ്പെഷ്യലി അതൊരു നമ്മുടെ പാരിഷ് മിനിസ്ട്രിയിൽ നമുക്ക് ചെയ്യാൻ ഉപയോഗിക്കാവുന്ന കുറെ അധികം കാര്യങ്ങൾ ഉൾപ്പെടുത്തി അച്ഛൻ അത് ക്രമീകരിച്ചത് കൊണ്ട് തന്നെ നമുക്കത് കുറെ അധികം പ്രയോജനമായിരുന്നു എന്ന് മനസ്സിലാക്കുന്നു. ഇന്നും അതിന്റെ കുറച്ചുകൂടി അഡ്വാൻസ് ലെവലിൽ അച്ഛൻ ക്ലാസ്സുകൾക്ക് നേതൃത്വം നൽകുവാനായി തയ്യാറായി വന്നിരിക്കുന്നു. ബഹുമാനപ്പെട്ട പ്രിൻസ് അച്ഛനെ വളരെ സ്നേഹത്തോടെ ആദരവോടെ ഈ സെഷൻ ലീഡ് ചെയ്യുന്നതിനായി ക്ഷണിക്കുന്നു. പ്രിൻസ് അച്ഛ. സോനുവച്ച, താങ്ക് യു വെരി മച്ച്. നമ്മള് ദൈവത്തിന്റെ സ്തോത്രം. നമ്മുടെ ഇത്രയും അച്ഛന്മാര് വന്നതിൽ ഞാൻ അല്ല ഒരാളെങ്കിലും കാണുന്നൊരു സംശയം ഉണ്ടായിരുന്നു. എങ്കിൽ ഇത്രയും പേര് വന്നല്ലോ താല്പര്യത്തോടെ, വലിയ കാര്യമാണ്. പലരും എനിക്കും പ്രൊനൗൺസിയേഷനൊക്കെ ഉണ്ടാക്കിയ അവരുടെ കഴിഞ്ഞ ദിവസത്തെ നമ്മുടെ പോസ്റ്ററുകളൊക്കെ പലരും ഷെയർ ചെയ്യുന്നുണ്ടായിരുന്നു. അത് കണ്ടപ്പോൾ ഒത്തിരി സന്തോഷം തോന്നി. ആരെങ്കിലും രണ്ടുപേരെങ്കിലും ഇത് പഠിച്ചാൽ അത് വലിയ കാര്യമാണ്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ഇത്രയും പേര് താല്പര്യത്തോടെ വന്നതിനുള്ള സന്തോഷം വീണ്ടും ഞാൻ അറിയിക്കുകയാണ്. അപ്പൊ നമ്മൾ ഇന്നലെ ചെയ്തതിനേക്കാൾ കുറച്ചുകൂടെ വേഗത്തിൽ നിങ്ങൾക്ക് ഇന്ന് ചെയ്യാൻ പറ്റും എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. നമ്മുടെ ജോർജ് യോഹന്നാൻ അച്ഛന് നമ്മൾ പറഞ്ഞ സാധനം കിട്ടിയോ? ഈ ഞാനിപ്പോ സ്ക്രീനിൽ കാണുന്ന സാധനം അച്ഛന് കിട്ടിയോ? ഞാൻ ഓപ്പൺ ചെയ്യുന്നേ ഉള്ളൂ അച്ഛാ. ഈ കാണുന്നതാണെങ്കിൽ കിട്ടിയിട്ടില്ല. കിട്ടിയിട്ടില്ല. അത് എന്താണെന്ന് അറിയത്തില്ല. അത് വേറെ ഒരു രീതിയിലാണ് ഇതിനകത്ത് വരുന്നത്. പക്ഷെ ഇനി നമ്മള് തമ്മിൽ നേരിട്ട് കാണുന്ന സമയത്ത് നമുക്കത് കറക്റ്റ് ചെയ്യാം. അല്ലെങ്കിൽ ഇതിന്റെ ഇടയ്ക്ക് വല്ല വീഡിയോ കോൾ വല്ല വരുന്ന സമയത്തെ നമുക്കത് നോക്കാം. ഇങ്ങനെ വിളിച്ചോളാം. യെസ് അച്ഛാ. ഓക്കെ, താങ്ക് യു. അപ്പൊ നമ്മൾ ഇന്നലെ പറഞ്ഞു നിർത്തിയത്, ഇന്നലെ നമ്മളൊരു A4 സൈസ് പോസ്റ്റർ ഉണ്ടാക്കിയിരുന്നു. അതുപോലെ ഒബിച്വറി നമ്മൾ ഇന്നലെ ചെയ്തിരുന്നു. അതുമായിട്ട് അത് കുറച്ചുകൂടെ വേഗത്തിൽ ഒന്നുകൂടെ നമ്മളൊന്ന് ആദ്യം ഒന്ന് റിവൈൻഡ് ചെയ്ത് പോവുകയാണ്. ആദ്യം ഞാൻ പെട്ടെന്ന് വീണ്ടും ഒന്നുകൂടെ പരിചയപ്പെടുത്താം. പുതുതായിട്ട് കയറുന്ന അച്ഛന്മാരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒരു തംസപ്പ് വരുമോ? പുതുതായിട്ട് കയറിയിട്ടുള്ള അച്ഛന്മാരാരെങ്കിലും ഉണ്ടെങ്കിൽ. ഓക്കെ, പുതുതായിട്ട് കയറിയിട്ടുള്ളവർക്ക് ഒരു ഇച്ചിരി പ്രയാസമായിരിക്കും. അതിനെപ്പറ്റി ക്യാൻവയെ പറ്റി വലിയ ധാരണ ഇല്ലാത്തവർക്ക് ഇച്ചിരി പ്രയാസമായിരിക്കും. എന്നാൽ ഈ കമ്പ്യൂട്ടറിൽ അല്ലെങ്കിൽ മൊബൈലിൽ പരിജ്ഞാനം ഉള്ളവർക്ക് ഈസി ആയിട്ട് ചെയ്യാനായിട്ട് പറ്റും. നമ്മൾ ഒന്ന് ശ്രദ്ധിച്ചാൽ ഈസി ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാവുന്ന കാര്യമുള്ളൂ. അപ്പോൾ ഇന്നലെ ഞാൻ പറഞ്ഞപ്പോൾ ഒരു കാര്യം വിട്ടുപോയിരുന്നു. നമ്മൾ ഇങ്ങനെ ഒരു വിൻഡോ ആണ് നിങ്ങൾക്ക് തുറന്നു വരുന്നത്. അപ്പൊ ഇത് നെയ്ക്കുന്ന സമയത്ത് തൊട്ട് താഴെ നിങ്ങളുടെ ഇവിടെ യുവർ ഡിസൈൻസ് ടെംപ്ലേറ്റ്സ് എന്ന് പറഞ്ഞ കിടപ്പുണ്ട്. അപ്പൊ നിങ്ങൾ ആദ്യം നമ്മൾ ഇന്നലെ പറഞ്ഞത് ഇവിടെ ഈ ഭാഗത്ത് ക്ലിക്ക് ചെയ്യാനാണ് വേണ്ടത്. നിങ്ങൾക്ക് തൊട്ട് താഴെ ടെംപ്ലേറ്റ്സ് എന്ന് കിടപ്പുണ്ട്. ജസ്റ്റ് ആ ടെംപ്ലേറ്റ്സ് ഒന്ന് ക്ലിക്ക് ചെയ്യാമോ? നിങ്ങൾ എൻ്റെ കൂടെ വർക്ക് ചെയ്ത് വരണേ. ടെംപ്ലേറ്റ്സ് ക്ലിക്ക് ചെയ്താൽ ടെംപ്ലേറ്റ്സ് വന്നു കഴിഞ്ഞു. ഇനി നമ്മൾ സെർച്ച് ചെയ്യണം. അപ്പൊ നമ്മൾ ഇന്നലെ പറഞ്ഞു ആരുടെയോ നമ്മുടെ ഓഡിയോ ഓണാ, ജോർജ് യോഹന്നാന്റെ ഓഡിയോ ഓണാന്ന് തോന്നുന്നു. ദയവായിട്ട് അച്ഛന്മാരെല്ലാവരും ഓഡിയോ ഒന്ന് മ്യൂട്ട് ചെയ്യാമോ? ഓഡിയോ ഒന്ന് മ്യൂട്ട് ചെയ്യാമോ? ഓക്കെ, താങ്ക് യു. അപ്പോൾ നമ്മൾ ഇന്നലെ പറഞ്ഞതുപോലെ വീണ്ടും നമ്മൾ A4 മൊബൈൽ നമുക്ക് അത്യാവശ്യം ബേസിക് കാര്യങ്ങൾ മാത്രമേ നമ്മളിപ്പോൾ പഠിപ്പിക്കുന്നുള്ളൂ. അത്യാവശ്യം കാര്യങ്ങൾ എടുത്ത് സെറ്റ് ചെയ്യാൻ നമ്മൾ പതുക്കെ ചെയ്താണ് ഇത് നമ്മൾ പഠിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ബേസിക് കാര്യങ്ങൾ, എലമെന്റ്സ് എങ്ങനെയാണ് എടുക്കുന്നത്, ടൂൾസ് എങ്ങനെയാണ് എടുക്കുന്നത്, ഇത് മാത്രമേ നമ്മളിപ്പോൾ തൽക്കാലം ഇപ്പൊ പറയുന്നുള്ളൂ. എന്നാൽ നമ്മുടെ ഗ്രൂപ്പിലൂടെ നിങ്ങൾക്ക് ആ കാര്യങ്ങൾ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടിപ്സും ഒക്കെ നമുക്ക് ഏറ്റവും വേഗത്തിൽ നിങ്ങൾക്കത് ലഭ്യമാക്കാനായിട്ടാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഒരു വിൻഡോ കണ്ടു. നമ്മൾ ആ ടെംപ്ലേറ്റ്സ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ സെർച്ച് ടെംപ്ലേറ്റ്സ് വന്നു. നമ്മൾ വീണ്ടും ഇന്നലെ ചെയ്തതുപോലെ A4 സൈസ് പോസ്റ്റർ. സോറി, ഒന്ന് ഇടപെട്ടോട്ടെ. അച്ഛന്റെ വീഡിയോ കാണിക്കുന്നത് ഒന്ന് സൂം ഔട്ട് ആയിട്ടുണ്ട്. സോനു വെച്ചാൽ ഈ വീഡിയോ ആണോ പറയുന്നത്? ഞാനിപ്പോ വീഡിയോ ആണോ വീഡിയോ ഷെയർ ചെയ്യുന്നത് ക്ലിയർ ആണ്. വീഡിയോ കാണിക്കുന്നത് ഒന്ന് സൂം ഔട്ട് ആണ്. അതൊരു ചെറിയ ക്ലിയർ ആ, അതെ, ഒന്ന് ബ്ലർഡ് ആയിട്ടേ കാണത്തുള്ളൂ. കാരണം ഇങ്ങനെ ഇതിന്റെ ഈ ഗൂഗിൾ മീറ്റിന്റെ ക്യാമറ ആയതുകൊണ്ടാണ്. തൽക്കാലം നിങ്ങൾക്ക് അത് എവിടെ കിടക്കുന്നു എന്ന് കാണാൻ പറ്റൂല. അതിപ്പോ എന്റെ കൈ ഓടുന്ന സമയത്ത് ഇന്നലെ നല്ല ക്ലിയർ ആയിരുന്നില്ല. ക്ലിയർ ആയിരുന്നു, എനിക്ക് അറിയത്തില്ല. ഇപ്പൊ അതെന്തോ അതിന്റെ ഒരു ഫോക്കസ് മാറിപ്പോയെന്ന് എനിക്ക് തോന്നുന്നു. സെറ്റിംഗ്സ് ഒന്ന് മാറ്റിയാൽ മതി.
ഓ, ഇത്രയും പ്രോബ്ലം ആയിരുന്നല്ലേ. അച്ഛാ വീഡിയോ സെറ്റിംഗ്സിനകത്ത് ബ്ലർ ബാക്ക്ഗ്രൗണ്ട് ആണെന്ന് തോന്നുന്നു. അതാ അച്ഛാ ഞാൻ ഇട്ടേക്കുന്ന വീഡിയോ സെറ്റിങ്സിനകത്ത്. നോയിക്കോട്ടെ. ഇപ്പൊ ക്ലിയർ ആയില്ല. ഓക്കെ, ക്ലിയർ ആയി. താങ്ക് യു. അപ്പൊ നമ്മള് നിങ്ങൾ ചെയ്യേണ്ടത് നമ്മുടെ തൊട്ട് താഴെ ആ ടെംപ്ലേറ്റ് വന്നു കഴിഞ്ഞു. സെർച്ച് ടെംപ്ലേറ്റ്സ് അപ്പൊ നമുക്ക് ഫോണിലേക്ക് ഉപയോഗിക്കാനായിട്ട് A4 ടെംപ്ലേറ്റ്സ് മതി. അപ്പൊ ഞാനിപ്പോ ഇന്ന് എന്താണ് ചെയ്യേണ്ടത്, യുവജന സഖ്യത്തിന് ഒരു മീറ്റിംഗ് നടക്കുകയാണ്. അതിനകത്ത് ഒരാള് പ്രത്യേകമായിട്ടുള്ള പ്രസംഗിക്കുകയാണ്. അപ്പൊ നിങ്ങൾക്ക് അത് ഒരു പ്രധാനപ്പെട്ട ഒരു ഇവന്റ് ആയിട്ട് നിങ്ങൾക്ക് അവരെ അറിയിക്കണം. അപ്പൊ യുവജന സഖ്യത്തിന്റെ ഒരു പോസ്റ്റാണ് നമ്മളിപ്പോ ചെയ്യാനായിട്ട് പോകുന്നത്. നിങ്ങൾക്കത് നിങ്ങളുടെ രീതി അനുസരിച്ച് മാറ്റാം. ഞാനിപ്പോൾ ഒരു ഉദാഹരണം കാണിക്കുന്നത് മാത്രമേ ഉള്ളൂ. അപ്പൊ ഞാൻ അടിച്ചു A4 സൈസ് A4 പോസ്റ്റർ. എന്തിന്റെ പോസ്റ്ററാണ്? അപ്പൊ ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ നമ്മൾ കോൺഫറൻസ് ആണ് നമുക്ക് വേണ്ടുന്നത്. കോൺഫറൻസ് ഇട്ടാലുള്ള ഗുണം അതിൽ തന്നെ പ്രസംഗിക്കുന്നവരുടെയൊക്കെ ഡീറ്റെയിൽസ് ഒക്കെ വരും. അപ്പൊ അതുകൊണ്ട് എന്നിട്ട് നിങ്ങൾ ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്താൽ മതി, അത് പൊക്കോളും. കണ്ടോ മനോഹരമായ കോൺഫറൻസിന്റെ പോസ്റ്ററുകൾ വന്നു കഴിഞ്ഞു. ഇനി നമുക്കിതിൽ ഏതാണ് ഏറെ ഇഷ്ടം അതങ്ങോട്ട് സെലക്ട് ചെയ്യുക. ഞാൻ പറഞ്ഞു നമ്മുടെ ക്രൗണിന്റെ എംബ്ലം ഉള്ള ഒന്നും തന്നെ എടുക്കരുത്, അത് പ്രോയാണ്. പക്ഷെ നമുക്കത് ഉപയോഗിക്കാൻ പറ്റും. അല്പം ഉപയോഗിക്കാൻ അറിയാവുന്നവർ ഇത് മുഴുവൻ ഡിസൈൻ ആയതിനു ശേഷം അതിന്റെ സ്ക്രീൻഷോട്ട് എടുത്ത് നമുക്ക് ഉപയോഗിക്കാം. പക്ഷെ അത് ഡൗൺലോഡ് ആവത്തില്ല മാത്രമേ ഉള്ളൂ. ഞാനിപ്പോ ഇതിൽ നിന്ന് ഒരെണ്ണം എടുക്കുകയാണ്. ഇതൊരെണ്ണം ഞാൻ സെലക്ട് ചെയ്തു. നിങ്ങൾക്ക് ഇഷ്ടമുള്ള സെലക്ട് ചെയ്യാം. ഇന്നലെ നിങ്ങൾ കണ്ടവരല്ലേ, അതുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള സെലക്ട് ചെയ്ത് ഒന്ന് ഓപ്പണായി വരാൻ ഇച്ചിരി എനിക്ക് നെറ്റിന്റെ ഒരു ചെറിയ പ്രോബ്ലം, ഇവിടെ പ്രശ്നമുണ്ട്. ഒന്ന് വന്നോട്ടെ. അത് ഓപ്പണായി വന്നു കഴിഞ്ഞു. യുവജന സഖ്യത്തിന്റെ മീറ്റിംഗ് ആണ് എനിക്ക് വേണ്ടുന്നത്. അപ്പൊ ഞാൻ എന്തോ ചെയ്തു, ഇവിടുന്ന് ക്ലിക്ക് ചെയ്തു, പേരിലൊന്ന് ക്ലിക്ക് ചെയ്തു കഴിഞ്ഞപ്പോൾ ഇപ്പൊ ഞാൻ സെന്റ് തോമസ് അപ്പോ അടുത്ത വരി കൂടെ എനിക്ക് വേണം. സെന്റ് തോമസിലെ അടുത്ത വരി മതി. അപ്പൊ നമ്മൾ ഉടനെ തൊട്ട് മുകളിലായിട്ട് അവിടെ ഒരു കോപ്പി സാധനം കിടപ്പുണ്ട്. ജസ്റ്റ് അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും ഒരു സാധനം അവിടെ താഴെ വരും. സെന്റ് തോമസ് മാർത്തോമ വീണ്ടും യുവജന സഖ്യത്തിന് ഇച്ചിരി ഗ്യാപ്പ് ഇച്ചിരി പ്രശ്നമുണ്ട്. യുവജന സഖ്യം വന്നത് നിങ്ങളിവിടെ എൻ്റെ കൂടെ ചെയ്തു പോയാട്ടെ. ചിലപ്പോൾ അല്ലാത്തവർക്ക് ചില ബോറടിക്കാൻ ചാൻസ് ഉണ്ട്. എൻ്റെ കൂടെ ചെയ്തു പോയാൽ കുറച്ച് എളുപ്പത്തിൽ നിങ്ങൾക്ക് അത് തീർക്കാം. യുവജന സഖ്യം വന്നു കഴിഞ്ഞു. അപ്പോൾ ഇതിപ്പോ ഒന്നും ഡിസൈൻ വേണ്ടുന്ന സ്ഥലത്തല്ല കിടക്കും. നമുക്ക് ആവശ്യമില്ലാത്ത ജസ്റ്റ് ഇതാണ്ട് ഒന്ന് ക്ലിക്ക് ചെയ്ത് അത് ഡിലീറ്റ് ചെയ്ത് കളയാം. അപ്പൊ നമുക്ക് തൽക്കാലം ഇത്രയും മതി. അപ്പോൾ ഇതിനെ നമ്മൾ കുറച്ചുകൂടെ മുകളിലോട്ട് കൊണ്ടുവന്നു. സെന്റ് തോമസ് മാർത്തോമ യുവജന സഖ്യം. നമുക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഫോണ്ടുകൾ നമുക്ക് മാറ്റാം. ഇപ്പൊ എനിക്ക് ഈ ഫോണ്ട് വേണ്ട, ഇതൊരു സുഖമില്ലാത്ത ഫോണ്ടാണ്. ഉടനെ ഞാൻ ഫോണ്ട് താഴെ വന്നു, ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്തു, ഫോണ്ട് താഴെ എടുത്തു. ഇതാണ്ട് ഇവിടെ ഒരു ചെറിയൊരു ആരോ മാർക്ക്, മുകളിലോട്ടൊരു ആരോ മാർക്ക് ഉണ്ട്. അത് ഞെക്കിക്കഴിഞ്ഞാൽ ആയിരക്കണക്കിന് ഫോണ്ടുകൾ റെഡി. ഇഷ്ടമുള്ള ഫോണ്ടുകൾ എടുക്കാം. നമുക്ക് ഇങ്ങനെയൊക്കെയുള്ള മീറ്റിങ്ങുകൾക്ക് പരമാവധി ഉപയോഗിക്കാൻ പറ്റിയൊരു ഫോണ്ടാണ് തന്നെ ആൻറ്റൺ എന്ന് പറയുന്ന ഫോണ്ടുണ്ട്. അത് വളരെ ഇങ്ങനെ ബോൾഡായിട്ട് നമുക്ക് കിട്ടുന്ന ഒരു ഫോണ്ടാണ്. അപ്പോൾ ഇതിനെ നമുക്ക് ആ ഫോണിലോട്ട് മാറ്റാനായിട്ട് വീണ്ടും ഫോണ്ട് വരിക. അപ്പോൾ ആൻറ്റൺ തന്നെ സെലക്ട് ആയി കിടക്കും അവിടെ. അതിൽ തന്നെ നമുക്ക് വീണ്ടും ക്ലിക്ക് ചെയ്യാം. വീണ്ടും അടുത്തത് മാറ്റുന്നു, ഫോണ്ട് എടുക്കുന്നു. ആൻറ്റൺ ഇവിടെ കിടപ്പുണ്ട് ഓൾറെഡി. ഇവിടെ സെലക്ട് ചെയ്ത സാധനം ഇവിടെ വരും. ആൻറ്റൺ സെലക്ട് ചെയ്ത് കഴിഞ്ഞു. ഇതാണ്ട് സെന്റ് തോമസ് മാർത്തോമ യുവജന സഖ്യം. അടുത്തത് നമ്മുടെ എന്താണ് പ്രോഗ്രാം, നമ്മുടെ
ഒരു 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 മദേഴ്സ് ഡേ സെലിബ്രേഷൻ, മദേഴ്സ് ഡേ സെലിബ്രേഷൻ. അപ്പോൾ നമുക്ക് എപ്പോഴും ഇങ്ങനെയുള്ള പേര് കൊടുക്കുന്ന സമയത്ത് നമ്മുടെ സംഘടനയുടെ പേരൊക്കെ ഒന്ന് ചെറുതായിട്ട് കൊടുക്കുന്നതായിരിക്കും നല്ലത്, കുറച്ചുകൂടെ കാണാൻ ഭംഗി അതായിരിക്കും. അപ്പോൾ ഞാനിതെല്ലാം ഒന്നുകൂടെ ചെറുതാക്കുകയാണ്. എൻ്റെ കൂടെ ചെയ്തു പോകണം, വെറുതെ നോക്കിയിരിക്കരുത് നമുക്കൊന്നും പിടികിട്ടത്തില്ല. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇതിൻ്റെ സൈസ് അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒക്കെ നമുക്ക് മാറ്റാം. അപ്പോൾ ഇന്നലെ നിങ്ങൾ ചെയ്തപ്പോൾ ഓൾറെഡി നമ്മുടെ ലോഗോ അവിടെ കിടപ്പുണ്ടായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ആ ലോഗോ ഇവിടെ വെക്കേണ്ടതായിട്ടുണ്ട്. ഇതൊന്ന് കൃത്യസ്ഥാനത്തോട്ടൊന്ന് മാറ്റിക്കോട്ടെ. ഇതിൻ്റെ സൈസ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം കേട്ടോ. ഇങ്ങനെ സൈഡിലൊന്ന് മൂലയ്ക്ക് ഞെക്കി കൊടുത്താൽ സൈസ് അഡ്ജസ്റ്റ് ആയിക്കോളും. ഇതാ, അപ്പോൾ ആ ലോഗോയുടെ നമുക്ക് ഈ ഇടതുവശത്തായിട്ട്, എപ്പോഴും ഇടതുവശത്തായിട്ട് ലോഗോ വരുന്നതാണ് കുറച്ചുകൂടെ ഭംഗി. അപ്പോൾ അതാണ്ട് അപ്ലോഡ്സ്. അപ്പോൾ നമ്മൾ ഇന്നലെ ഓൾറെഡി ചെയ്ത പടങ്ങളെല്ലാം ഈ അപ്ലോഡ്സിൽ കാണും. അപ്പോൾ ഇന്നലെ നമ്മൾ ഓൾറെഡി ലോഗോ എടുത്തിട്ടുണ്ടായിരുന്നു, നിങ്ങളുടെ ഫോണിൽ അത് കാണാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതാണ്ട് ഏറ്റവും താഴെ അപ്ലോഡ്സ് ഉണ്ട്, ജസ്റ്റ് അപ്ലോഡ്സ് എടുക്കുക. അപ്പോൾ ഓൾറെഡി നമ്മൾ ഇന്നലെ ലോഗോ ഇതിനകത്ത് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതാണ്ട് ലോഗോ ഇവിടെ കിടപ്പുണ്ട്. അപ്പോൾ ഞാൻ ഇന്നലെ ഒരു കാര്യം നിങ്ങളോട് പറയാൻ വിട്ടുപോയി, നമ്മുടെ സഞ്ജു അത് പ്രത്യേകം ഓർപ്പിച്ചു. അതായത് നമ്മൾ എപ്പോഴും സെലക്ട് ചെയ്യുമ്പോൾ, നിങ്ങളൊരു ഗൂഗിളിൽ കയറി സെലക്ട് ചെയ്യുമ്പോൾ, പ്രത്യേകിച്ച് മാർത്തോമാ സഭയുടെ ലോഗോ ആണ് നിങ്ങൾക്ക് വേണ്ടുന്നതെങ്കിൽ, ഏത് ലോഗോ ആണെങ്കിലും PNG എന്ന് വേണം നിങ്ങൾ അടിക്കാൻ. ഇമേജ് എന്ന് അടിക്കരുത്. മാർത്തോമാ ചർച്ച് ലോഗോ PNG എന്ന് പറഞ്ഞാൽ ഇതുപോലെ ലോഗോ നിങ്ങൾക്ക് കിട്ടും. ഒരു പക്ഷേ നിങ്ങൾ പലരും ഡിസൈൻ എനിക്ക് അയച്ചു തന്നപ്പോൾ അതിനകത്ത് ഫോട്ടോ ആണ് ഇട്ടേക്കുന്നത്. ഫോട്ടോ അല്ല നമുക്ക് വേണ്ടുന്നത്, PNG ഇതുപോലെ കട്ട് ചെയ്ത ലോഗോ നമുക്ക് കിട്ടും. അത് നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഇവിടെ മദേഴ്സ് ഡേ സെലിബ്രേഷൻ. അപ്പം മദേഴ്സ് ഡേ സെലിബ്രേഷൻ ഒക്കെ പറയുമ്പോൾ അതിന് കുറച്ചുകൂടെ ആ ഫോണ്ട് നമ്മുടെ കണ്ടന്റുമായിട്ട് ചേർന്ന് നിൽക്കുന്ന രീതിയിൽ വേണം ഫോണ്ട് ക്രിയേറ്റ് ചെയ്യാനായിട്ട്. അപ്പം നമുക്ക് കുറച്ചുകൂടി ഇതിനകത്ത് നല്ല രസകരമായ ഫോണ്ടുകൾ വേറെ ഇഷ്ടം പോലെ നമുക്ക് വരും. ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഒന്ന് മേപ്പോട്ട് നോക്കിയാൽ നമുക്ക് അതിനോട് ചേരുന്ന ഏതെങ്കിലും ഒരു ഫോണ്ട് നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് കിട്ടും. കണ്ടോ. അപ്പോൾ എനിക്ക് സെലിബ്രേഷൻ വേറൊരു ഫോണ്ട് എനിക്ക് ആവശ്യമാണ്. അങ്ങനെയാണെങ്കിൽ ജസ്റ്റ് ആ സെലിബ്രേഷനിൽ മാത്രം ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സെലിബ്രേഷൻ സെലക്ട് ആവും. അതിൻ്റെ തൊട്ട് താഴെ ഒരു ഫോണ്ട് എന്നൊരു സാധനം വരും. ആ ഫോണ്ട് ഞെക്കി കഴിഞ്ഞാൽ ആ ഫോണ്ടിന് മാത്രം, സെലിബ്രേഷന് മാത്രം വേറൊരു ഫോണ്ട് നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ നിങ്ങൾ അതിന് പകരം വേറെ ഏതെങ്കിലും ഒരു റണ്ണിങ് ലെറ്റർ ഒരു സാധനം എഴുതുകയാണ്. ഇഷ്ടംപോലെ കിടക്കും. ഇതെല്ലാം വളരെ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഫോണ്ടുകളാണ്. ഒരു സെക്കൻഡ്. സെലിബ്രേഷൻ മാത്രമാണ് നമ്മൾ പ്രോയിൽ മാത്രമേ ഉള്ള ആ ഒരു സംവിധാനം എന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ സെലിബ്രേഷൻ നമ്മൾ വീണ്ടും ഒന്നുകൂടെ സെലക്ട് ചെയ്തിട്ട് അത് പുതിയൊരു സാധനമായിട്ട് എടുക്കുകയാണ്. ഓരോരോ യൂണിറ്റ് ആയിട്ട് വേണം നമ്മൾ എടുക്കാൻ, എന്നാൽ മാത്രമേ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് അതിനെ നമുക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ സെലിബ്രേഷൻ വേറൊരു ഫോണ്ട് എനിക്ക് ആവശ്യമാണ്. ഞാൻ ജസ്റ്റ് ക്ലിക്ക് ചെയ്തു. ഇതാണ്ട് സെലിബ്രേഷൻ ഞാനൊരു സാധനം, അല്ലെങ്കിൽ അതും എനിക്ക് ഇഷ്ടപ്പെടുന്നില്ല, അപ്പോൾ ഞാൻ വേറൊരു സാധനം വേണേൽ നോക്കാം. അങ്ങനെ ഇഷ്ടംപോലെ ഫോണ്ടുകൾ കണ്ടോ താഴെ കിടപ്പുണ്ട്. നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും എടുക്കാം. ഞാൻ തൽക്കാലം ഈ ഫോണ്ട് ഇട്ട് സമയം കളയുന്നില്ല. ഇട്ടു മദേഴ്സ് ഡേ സെലിബ്രേഷൻ. ഇനി നമുക്ക് പ്രസംഗിക്കാനായിട്ട് ഒരാളെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇന്നലെ പറഞ്ഞ പോലെ ജസ്റ്റ് അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ താഴെ എന്തു വന്നു? റീപ്ലേസ് വന്നു. നമ്മൾ റീപ്ലേസ് എടുത്തു. അപ്പോൾ നമ്മൾ ഓൾറെഡി ഇതിന് മുമ്പ് ആരെങ്കിലും നമ്മളെ സെലക്ട് വേണമെങ്കിൽ നമുക്കൊന്ന് മിനിമൈസ് ചെയ്തിട്ട് നമുക്ക് ഗൂഗിളിൽ കയറി നമുക്ക് ഏത് ഫോട്ടോയാണോ, ഫോട്ടോ നമ്മുടെ കിട്ടിയിട്ടുണ്ടായിരിക്കും, അല്ല നമ്മുടെ ഫോണിൻ്റെ ഗാലറി കാണും. ഇങ്ങനെ റീപ്ലേസ് വരുമ്പോൾ ഗാലറിയാണ് വരുന്നത്. അപ്പോൾ ഞാൻ തൽക്കാലം ഇങ്ങനോട്ട് വെക്കുകയാണ്. വെച്ചു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഇമേജ് അവിടെ ലോഡായിട്ടുണ്ട്. പക്ഷേ ആ ഇമേജിനൊരു പ്രശ്നമുണ്ട്, എൻ്റെ തല മുകളിൽ വന്നു. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? വീണ്ടും അത് ക്ലിക്ക് ചെയ്യുക, വീണ്ടും താഴെ വരിക. താഴെ വരുമ്പോൾ നമുക്ക് ക്രോപ്പ്, ഇന്നലെ എല്ലാം പറഞ്ഞതാണ്, ക്രോപ്പ് വരും. ക്രോപ്പ് വന്നതിന് ശേഷം നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഈ 2 വിരലും കൊണ്ട് ഇങ്ങനെ ഒന്ന് പിടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ രീതിക്ക് അനുസരിച്ച് അത് ക്രോപ്പായി വരും. അപ്പോൾ ഈ റൗണ്ടിനകത്ത് വന്നിരിക്കുന്നതാണ് നമ്മുടെ ഇമേജ്. ജസ്റ്റ് താഴെ ഒരു ഡൺ ഉണ്ട്. ഡൺ ഞെക്കി കഴിഞ്ഞാൽ റെഡി. ഇനിയിപ്പോൾ നമുക്ക് മദേഴ്സ് ഡേ ഈ ഭാഗത്ത് കണ്ടോ, ഈ ഭാഗത്ത് ഒരു മദേഴ്സ് ഡേയുമായിട്ട് ബന്ധപ്പെട്ട ഒരു സാധനം നമുക്ക് വെക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ജസ്റ്റ് ഇതൊന്ന് മിനിമൈസ് ചെയ്തിട്ട് നമ്മുടെ പിൻട്രസ്റ്റിൽ വരിക. പിൻട്രസ്റ്റ് നിങ്ങൾ ഓപ്പൺ ചെയ്ത് വെച്ചേക്കണേ. അപ്പോൾ ഞാൻ പിൻട്രസ്റ്റിൽ വന്ന്
മദേഴ്സ് ഡേ എന്നൊന്ന് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ആയിരക്കണക്കിന് മദേഴ്സ് ഡേയുടെ പോസ്റ്ററുകൾ, മദേഴ്സ് ഡേ പോസ്റ്റർ ബാക്ക്ഗ്രൗണ്ട് എന്നടിച്ചു കഴിഞ്ഞാൽ ഇഷ്ടംപോലെ പോസ്റ്ററുകൾ വരും. മദേഴ്സ് ഡേ നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള പോസ്റ്ററുകൾ വന്നു കഴിഞ്ഞു. ഇതെല്ലാം ബാക്ക്ഗ്രൗണ്ട്, നമ്മുടെ പോസ്റ്ററുകൾ ഉണ്ടാക്കുമ്പോൾ നമുക്ക് വേണ്ടുന്ന ബാക്ക്ഗ്രൗണ്ടുകളാണ് ഇതെല്ലാം. ഞാൻ തൽക്കാലം ഇപ്പോൾ ഈ ഒരു പോസ്റ്റർ എടുക്കാന്നിരിക്കട്ടെ. അതാണ്ട് ഈ പോസ്റ്റർ ഞാൻ എനിക്കിപ്പോൾ ഈ അമ്മയും മകളോടെ കിടക്കേണ്ട സാധനമാണ് എനിക്ക് വേണ്ടുന്നത്. ജസ്റ്റ് ഞാൻ ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞു, അതിൻ്റെ ഗാലറി വന്നു കഴിഞ്ഞു. അപ്പോൾ ഞാൻ എന്താണ്ട് വീണ്ടും ഇവിടെ വന്ന് ക്ലിക്ക് ചെയ്തിട്ട് റീപ്ലേസ് അടിച്ചു കഴിഞ്ഞാൽ എൻ്റെ വന്ന സാധനം ഞാൻ ക്ലിക്ക് ചെയ്തപ്പോൾ ഇങ്ങനെയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഞാൻ എന്തോ താഴെ ആ ഫോട്ടോ, അപ്പോൾ ഞാൻ എന്തോ ചെയ്യണം, വീണ്ടും താഴെ വന്നിട്ട് ക്രോപ്പ് അടിച്ച് കഴിയുമ്പോൾ അതുകൊണ്ട് അമ്മ ഇങ്ങനെ പൊക്കി. അപ്പോൾ നമുക്ക് ഇതിപ്പോ ഈ പടം തല തിരിഞ്ഞ ഇപ്പോൾ നമുക്ക് ഇവിടെ വന്നേക്കുന്നത്. ഇനി നമുക്ക് ഈ ഫോട്ടോ ഇത്രയേ ഉള്ളൂ, നമുക്കൊന്നും ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എന്താ അറിയാമോ? തൊട്ട് താഴെ ഫ്ലിപ്പ് ഈ ക്രോപ്പിന് തൊട്ടിപ്പുറത്ത് ഫ്ലിപ്പ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. ഫ്ലിപ്പ് ഹൊറിസോണ്ടൽ, ഫ്ലിപ്പ് വെർട്ടിക്കൽ. അപ്പോൾ നമുക്ക് ഇങ്ങനെ നടിച്ചു കഴിഞ്ഞാൽ ഈ അമ്മ മോളും തിരിഞ്ഞു വരും. നമുക്കൊന്നുകൂടി ഇതിനെ ഒന്ന് ക്രോപ്പ് ചെയ്യാൻ വേണമെങ്കിൽ, ഇതിപ്പോൾ നമ്മുടെ സൈസിന് കിട്ടിയ പടമല്ല, ഞാൻ തൽക്കാലം ഇത് വെച്ച് അങ്ങ് അഡ്ജസ്റ്റ് ചെയ്യുകയാണ്. ഞാൻ ഇങ്ങനെ അങ്ങോട്ട് കൊടുത്തു കഴിഞ്ഞപ്പോൾ അമ്മയും മകളും അവിടെ വന്നു കഴിഞ്ഞു. ഇങ്ങനെയാണ് നമ്മൾ പോസ്റ്റർ എടുക്കുക. തൽക്കാലത്തേക്ക് ഞാൻ ഇട്ടെന്ന് മാത്രമേ ഉള്ളൂ. ഇഷ്ടംപോലെ നമുക്ക് പറ്റിയ പോസ്റ്ററുകൾ ഇഷ്ടംപോലെ അവിടെ കാണും. അത് നോക്കി ആ ഗ്യാപ്പിനകത്ത് നിൽക്കുന്ന പോസ്റ്റർ നോക്കി നമുക്ക് എടുക്കാവുന്നതേ ഉള്ളൂ. അത് നമ്മുടെ യുക്തി പോലെ, നമ്മുടെ എസ്തെറ്റിക് സെൻസ് പോലെ നമുക്ക് ഉപയോഗിക്കാം. വേണമെങ്കിൽ ഞാൻ ഇതെടുക്കുന്നു, ഡൗൺലോഡ് ചെയ്യുന്നു, അതിവിടെ വരുന്നു. ഇതൊന്ന് ചേഞ്ച് ചെയ്യാൻ പോവുകയാണ്, റീപ്ലേസ് ചെയ്യുകയാണ്. അത് ക്ലിക്ക് ചെയ്ത് വെച്ചേക്കാണ്. തൊട്ട് താഴെ റീപ്ലേസ് ഉണ്ട്. വീണ്ടും ഞാൻ ഇതടിച്ചു കഴിഞ്ഞിട്ട് ക്രോപ്പ് ചെയ്യുകയാണ്. ഇതിനെ ഞാൻ ക്രോപ്പ് ചെയ്യുകയാണ്, നേരെ താഴോട്ട് കൊണ്ടുവന്നു. എനിക്ക് ഏതാണ്ട് ഒരു അമ്മയും മകളെയും കിട്ടി. സ്നേഹത്തോടെ നിൽക്കുന്ന ഒരു അമ്മയും മകളെയും കിട്ടി. റെഡി. ഇത് നിങ്ങളുടെ യുക്തിക്കനുസരിച്ച് പിന്നെ സമയം പോലെ നിങ്ങൾക്ക് ആവശ്യമുള്ളത് ഇതിനകത്തൊക്കെ ഉപയോഗിക്കാവുന്നതാണ്. ഇനി നമുക്ക് ഈ സ്പീക്കറിന്റെ പേര് തൊട്ട് താഴെ കിടപ്പുണ്ട്. അപ്പോൾ സ്പീക്കറിനെ നമ്മളൊന്ന് മാറ്റി പിടിക്കാം. നമ്മൾ അയാളുടെ പേര്, ഇതിനകത്ത് നമ്മുടെ പേര് ഇടുക, മാത്യു ജോൺ എന്നങ്ങോട്ട് ഇടുകയാണ്. വന്നു, സ്പീക്കർ മാത്യു ജോൺ ആണ്. അപ്പോൾ നിങ്ങൾ ഒരു കാര്യം എപ്പോഴും ശ്രദ്ധിച്ചോണം, നമ്മൾ പോസ്റ്റർ ചെയ്യുമ്പോൾ ഒരുപാട് കളറുകൾ അതിനകത്ത് വരാതിരിക്കാൻ പരമാവധി ശ്രദ്ധിക്കുക. ഇപ്പം നിങ്ങൾ ഈ പോസ്റ്റർ ചെയ്തപ്പോൾ ഇതിനകത്ത് ഒരു മഞ്ഞയും ഒരു പീച്ച് കളറുമാണ് വന്നിരിക്കുന്നത്. അപ്പം നമുക്ക് വേണമെങ്കിൽ ഈ പോസ്റ്ററിന്റെ കളറും അതിന് സെറ്റ് ചെയ്യാൻ പറ്റും. ഈ ബ്ലൂ അങ്ങ് മാറ്റിയിട്ട് വേണമെങ്കിൽ നമുക്ക് ഈ കളറിലോട്ട് മാറ്റാം. ജസ്റ്റ് അത് ക്ലിക്ക് ചെയ്യുക, ആ എലമെന്റ് ക്ലിക്ക് ചെയ്താണ്ട് ഈ ഒരു എലമെന്റിൽ ചുമ്മാ ഒന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ അതിനെ സെലക്ട് ചെയ്തുകൊണ്ട് സാധനം വന്നു കഴിഞ്ഞു കണ്ടോ. അപ്പോൾ അതിന്റെ കളർ നമുക്കൊന്ന് വേണേൽ മാറ്റി പിടിക്കാം. അപ്പോൾ അതിന്റെ കളർ തൊട്ട് താഴെ കളർ അങ്ങോട്ട് എടുക്കുക. അപ്പോൾ നമുക്ക് ഈ പീച്ച് കളറാണ് വേണ്ടുന്നതെങ്കിൽ നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. ഇതിൽ അങ്ങോട്ട് എടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു കളർ സ്കെച്ച് അവിടെ വരും. ആ സ്കെച്ചിൽ ഒന്ന് ഞെക്കി പിടിച്ച് കഴിയുമ്പോൾ ഒരു സാധനം ഇങ്ങനെ കിടന്ന് കറങ്ങും. എവിടെ വേണമെങ്കിലും നമ്മുടെ ഇഷ്ടമുള്ള സ്ഥലം, ഇതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതായിരിക്കും, ഇഷ്ടമുള്ള സ്ഥലത്ത് കൊണ്ടുവച്ചാൽ ആ കളർ ഇവിടെ വന്നു കഴിഞ്ഞു. അപ്പോൾ നമുക്ക് ഇവിടെയും സെയിം കളർ മതി. അപ്പോൾ നമ്മൾ അവിടെ എന്താ ചെയ്യേണ്ടത്? ഇതുപോലെ സെലക്ട് ചെയ്തു, ഇവിടെ കൊണ്ടുവന്നു. അപ്പോൾ തന്നെ ഓൾറെഡി നമ്മുടെ കളർ ഇവിടെ സെലക്ട് ആയി ഇവിടെ കിടപ്പുണ്ട്. വീണ്ടും താഴെ അവിടെ ഇട്ടു. അപ്പോൾ പരമാവധി 1, 2, 3 കളേഴ്സ് ഇടുന്നതായിരിക്കും. ഒരു പരിധി കൂടുതൽ കളേഴ്സ് വാരി നമ്മുടെ പോസ്റ്ററിനെ വൃത്തികേടാക്കരുത്. ഇതിന്റെ കളർ നമുക്കൊന്ന് മാറ്റി പിടിക്കാം. വേണമെങ്കിൽ നമുക്കിതൊരു മഞ്ഞ കൊടുക്കാം. ഓൾറെഡി കുഞ്ഞിന്റെ കളർ മഞ്ഞയാണ്. അപ്പോൾ നമുക്ക് ആ മഞ്ഞ തന്നെ വേണമെങ്കിൽ ഇവിടുന്ന് എടുക്കുക, നേരെ കുഞ്ഞിന്റെ ഡ്രസ്സിൽ കൊണ്ടുവച്ച് കഴിഞ്ഞാൽ ആ മഞ്ഞ റെഡി. അപ്പോൾ നമുക്ക് ഇതങ്ങ് ഇരുണ്ടുപോയി. അപ്പോൾ നമുക്ക് ഇതിനെ വേണമെങ്കിൽ വീണ്ടും കറപ്പിക്കാം. അതുകൊണ്ട് ഇവിടെ സാധനം കിടപ്പുണ്ട്, അതിന്റെ കളർ നമുക്ക് മാറ്റാം. അതിന്റെ കളർ ഞാൻ വേറൊരു കളർ വയ്ക്കുന്നു, ഇഷ്ടമുള്ളൊരു കളർ വയ്ക്കുന്നു. ഇപ്പോൾ ഈ പോസ്റ്റർ നമ്മുടെ കസ്റ്റം കളർ നമ്മൾ കസ്റ്റം കളർ ചെയ്യുകയാണ് ഇപ്പോൾ ഈ പോസ്റ്ററിൽ. സിമ്പിൾ പരിപാടിയാണ്. ഇതുപോലെ നിങ്ങൾക്ക് ഇതിന്റെ എല്ലാം കളർ മാറ്റാവുന്നതാണ്. മദേഴ്സ് ഡേ സെലിബ്രേഷൻ സമയമെല്ലാം നമ്മൾ ഇട്ട് കഴിഞ്ഞു. സ്പീക്കർ മാത്യു ജോയിൻ നൗ. ഇത് നമുക്ക് ആവശ്യമില്ലാത്ത എല്ലാം നിങ്ങൾക്ക് ഡിലീറ്റ് ചെയ്ത് കളയാം. ഇവിടെ ഫോൺ നമ്പർ വേണമെങ്കിൽ ഇവിടെ തന്നെ ഫോൺ നമ്പർ വെക്കാം. ആവശ്യമില്ലാത്ത എല്ലാം ഞാൻ കളഞ്ഞു.
പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൻ്റെ സൈസ് അനുസരിച്ച് ഇത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വലുതാക്കിയോ ചെറുതാക്കിയോ ചെയ്യാം. ഇത് ഞാൻ ബേസിക് കാര്യം മാത്രമാണ് പറയുന്നത്. നിങ്ങൾ ഇത് സെലക്ട് നമ്മൾ ചെയ്ത് വേണം പഠിക്കാൻ. അപ്പോൾ ഈ യുവനസഖ്യതിൻ്റെ കളർ വല്ലാതെ കിടക്കുന്ന കളറാണ്. അപ്പോൾ നമുക്കതൊരു ബ്ലൂ കളർ ഇവിടെ ഒന്നുമില്ല, വേണമെങ്കിൽ നമുക്ക് അതിൻ്റെ കളർ ഒന്ന് മാറ്റിയിട്ട് ഈ പയ്യൻ്റെ ബാക്ക്ഗ്രൗണ്ടുള്ള കളർ വേണമെങ്കിൽ ഇതിന് കൊടുക്കാം. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്, ജസ്റ്റ് ആ മദേഴ്സ് ഡേയിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിൻ്റെ താഴെ കളർ വന്നു, ആ കളറിലൊന്ന് ഞെക്കി ഈ കളർ ടോൺ എടുത്തു, ഈ സ്കെച്ച് എന്ന് പറയുമ്പോൾ എടുത്തു, എംബ്ലം ഇവിടെ ഉണ്ട് വലതുവശത്ത് താഴെ. അത് താണ്ടി ഇവിടെ കൊണ്ടുവന്ന് കഴിയുമ്പോൾ കണ്ടോ ആ സെയിം കളർ ഇവിടെ കിട്ടിക്കഴിഞ്ഞു. വീണ്ടും നമുക്ക് സെലിബ്രേഷൻ്റെ കളർ കൂടെ ഒന്ന് ചേഞ്ച് ചെയ്യാം. ഇഷ്ടംപോലെ കളർ പാറ്റേൺസ് നമുക്ക് താഴെ കിട്ടും കേട്ടോ. ഇതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ 3 കളറും ഇതുപോലെ തന്നെ ചേഞ്ച് ചെയ്യാവുന്നതാണ്. ഞാനതൊന്നും പറഞ്ഞ് സമയം എടുക്കുന്നില്ല. അപ്പോൾ തൽക്കാലം നമുക്കൊരു പെട്ടെന്നൊരു പോസ്റ്റർ സെറ്റ് ചെയ്യാനായിട്ട് നമുക്കിങ്ങനെ റെഡിയാക്കാവുന്നതാണ്. പോസ്റ്ററുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഇപ്പം ചോദിക്കാം. പോസ്റ്ററുമായിട്ട് അപ്പം നമുക്കിനി സേവ് ചെയ്യണം. സേവ് ചെയ്യുന്നുണ്ട് തൊട്ട് മുകളിൽ ഒരു സംവിധാനമുണ്ട്, ഡൗൺലോഡ് അടിക്കുക. അപ്പോൾ നമുക്ക് അത് അപ്പോൾ വരുന്നേക്കുന്ന PDF സ്റ്റാൻഡേർഡ് ആയിട്ടാണ്. നമുക്ക് PDF അല്ല വേണ്ടുന്നത്, നമുക്കൊരു JPG ആണ് വേണ്ടുന്നത്. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യുക, നിങ്ങൾ പ്രോ വേർഷൻ എടുക്കുകയാണെങ്കിൽ ഈ സൈസ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചേഞ്ച് ചെയ്യാൻ പറ്റും. തൽക്കാലം നമുക്കത് എടുക്കാനായിട്ട് പറ്റുകയില്ല. ഇത് ട്രയൽ വേർഷനാണ്, അതുകൊണ്ട് തൽക്കാലം നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. എന്നാൽ ഡൗൺലോഡ് ചെയ്യുക. ഞാനൊരു പ്രോ വേർഷൻ നിങ്ങളെ കാണിച്ചു തരാം അവസാനം. ഇത് കണ്ടോ, സെലക്ട് ആയി കഴിഞ്ഞു. ഓപ്പൺ ഉണ്ട്, ഷെയർ ഉണ്ട്. അപ്പോൾ നമ്മളിത് ഷെയർ ചെയ്യുക, വാട്സാപ്പിൽ ഷെയർ ചെയ്യാം. അതിന് ഫോണൊന്ന് ലോഡാവാൻ നമുക്ക് ഇഷ്ടമുള്ള ആൾക്ക് തൽക്കാലം നമ്മുടെ വാട്സാപ്പിലോട്ട് അങ്ങ് ഇടുക. കാരണം ഇത് ആദ്യമേ എടുത്ത് സെലക്ട് ചെയ്ത് നമ്മുടെ ഗ്രൂപ്പിൽ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ഇതിനകത്ത് വല്ല കറക്ഷൻസ് ഉണ്ടെങ്കിൽ നമുക്കൊന്നും ചെയ്യാനായിട്ട് പറ്റാതെ വരും. അപ്പോൾ ഇതാണ് പോസ്റ്ററുമായിട്ട് ബന്ധപ്പെട്ടുള്ള നമ്മുടെ എൻക്രിപ്ഷൻ എല്ലാവരും കണ്ടു. അപ്പോൾ നമ്മുടെ പോസ്റ്ററുമായിട്ട് ബന്ധപ്പെട്ട സാധനം ഇതാണ്. നിങ്ങൾക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഇപ്പം ചോദിക്കാം. ഫോട്ടോയുടെ ബാക്ക്ഗ്രൗണ്ട് കളർ മാറ്റാൻ പറ്റും? ഫോട്ടോയുടെ ബാക്ക്ഗ്രൗണ്ട് കളർ മാറ്റാനായിട്ട്, അതായത് നമ്മൾ എടുത്ത ഫോട്ടോയുടെയോ? അതെ, സ്പീക്കറിന്റെ ഫോട്ടോ നമ്മൾ പറഞ്ഞു, അദ്ദേഹത്തിന്റെ ബാക്ക്ഗ്രൗണ്ട് അതിന്റെ ബാക്ക്ഗ്രൗണ്ട് കളർ തൽക്കാലം ഇതിനകത്ത് നമുക്ക് സംവിധാനം, എന്നാൽ ഉടനെ ഈ കഴിഞ്ഞ ഇടയ്ക്ക് ഒരു അപ്ഡേറ്റ്സ് കണ്ടു, ഉടൻ തന്നെ ഈ ട്രയൽ വേർഷനിലാക്കും അത് ചെയ്യും. എന്നാൽ എൻ്റെ കയ്യിലിരിക്കുന്ന പ്രോ വേർഷനാണ്. ആ പ്രോ വേർഷനിൽ ഇത് മാറ്റാനായിട്ട് പറ്റും. അത് ഞാൻ പറയാം, പിന്നീട് അത് പറയാം. ഇപ്പൊ തൽക്കാലം നമുക്ക് ബാക്ക്ഗ്രൗണ്ട് ഇവിടെ കണ്ടോ, ബാക്ക്ഗ്രൗണ്ട് റിമൂവർ എന്നൊരു സാധനം കിടപ്പുണ്ട്. അത് പക്ഷേ അത് പ്രീമിയം, അത് പ്രോയാണ്. തൽക്കാലം അത് നമുക്ക് ഉപയോഗിക്കാനായിട്ടുള്ള ഓപ്ഷൻ ഇല്ല. അപ്പൊ അതനുസരിച്ച് നമ്മൾ സെറ്റ് ചെയ്താൽ ഇതിപ്പോ ഞാൻ റാൻഡമായിട്ട് പെട്ടെന്ന് എടുക്കാൻ വേണ്ടിയിട്ട് ഇതങ്ങ് ചെയ്യുന്ന മാത്രമേ ഉള്ളൂ. അപ്പൊ നമ്മൾ കഴിഞ്ഞു, ഇത്രയേ ഉള്ളൂ. ഒരു പോസ്റ്റർ ബാക്ക് അടിച്ചു. ഇപ്പൊ ഇന്നലെ ചെയ്ത വർക്കുകൾ ഇവിടെ കിടപ്പുണ്ട്. ഇത് ഞാൻ അല്ലാതെ ചെയ്ത് നോക്കിയാണ്, ഇന്നലെ 1-2 ആവശ്യങ്ങൾക്ക് വേണ്ടി ചെയ്തതാണ്. അപ്പൊ അതെല്ലാം ഇവിടെ കിടക്കും. അപ്പൊ ഇതാണ് നമ്മുടെ A4-ന്റെ കാര്യം. ഇനിയിപ്പോൾ നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട വേണ്ടുന്നത് ഒബിച്ചറിയാണ്. അപ്പൊ നമ്മൾ ഇന്നലെ പറഞ്ഞതുപോലെ ഒരു ഒബിച്ചറി കാർഡ് നമുക്ക് എങ്ങനെയാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത്, എങ്ങനെയാണ് ടെംപ്ലേറ്റ്സിൽ വരിക, ജസ്റ്റ് അടിക്കുക OBI ഒബിച്ചുവറി അടിച്ചു കഴിഞ്ഞ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആയിരക്കണക്കിന് സുന്ദരമായ ഒബിച്ചറി കാർഡുകൾ വരും. അത് നിങ്ങൾക്കറിയാം, ഇന്നലെ നമ്മൾ ചെയ്തതാണ്. നമുക്കിത് നോക്കി പറ്റി ഒരെണ്ണം എടുക്കുക. നമ്മുടെ ഒരു രീതിക്ക് അനുസരിച്ച്, ഇത് വെള്ളക്കാരൻ്റെ സ്റ്റൈലുകളാണ്. നമ്മുടെ ഒരു സ്റ്റൈലിന് പറ്റിയ ഒരു ഒബിച്ചറി കാർഡ് നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും സെലക്ട് ചെയ്യാം. സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇഷ്ടപ്പെട്ട ഒരെണ്ണം ഞാനിപ്പോൾ ഇതിപ്പോൾ നമ്മുടെ സ്റ്റാൻഡേർഡ് സാധനമാണ്. ഞാൻ ഇതൊരെണ്ണം സെലക്ട് ചെയ്തു. ഇത് നിങ്ങൾ ചെയ്യണമെന്നില്ല, ഇത് കണ്ടാൽ മതി. നമ്മൾ സാധാരണ നമ്മുടെ വാട്സാപ്പ് ഗ്രൂപ്പിലൊക്കെ സെലക്ട് ചെയ്യാൻ പറ്റിയ രീതിയിലാണ് ഉള്ള ഒരു ഒബിച്ചറി കാർഡ്. എനിക്ക് മനസ്സിൽ ഇഷ്ടപ്പെട്ട ഒരെണ്ണം എടുത്തു. ഇതാണ് ആ സാധനം. നല്ല ഭംഗിയായിട്ടൊരു ഒബിച്ചറി കാർഡ്. ഏറ്റവും അപ്ഡേറ്റഡ് ആയിട്ടുള്ള ഒരു ഡിസൈനാണ് ക്യാൻവയിൽ വരുന്നത്. അതൊരു വലിയ ക്യാൻവയുടെ പ്രത്യേകതയാണ്. ഈ നിമിഷം ആരെങ്കിലും പുതിയതായിട്ട് ക്രിയേറ്റീവായിട്ട് സാധനം ചെയ്താൽ അതിന്റെ ടെംപ്ലേറ്റ് നമ്മുടെ ഇതിനകത്ത് വരും. അതാണ് ക്യാൻവയുടെ വലിയൊരു പ്രത്യേകത. അപ്പോൾ നമുക്ക് വേണ്ടുന്നത് ഇൻ ലവിങ് മെമ്മറി ഓഫ്, ഇവിടെ നമുക്ക് വാക്യം വേണമെങ്കിൽ വാക്യം കൊടുക്കാം. ജസ്റ്റ് അത് സെലക്ട് ചെയ്തിട്ട് അടിച്ചു കഴിഞ്ഞാൽ വേണമെങ്കിൽ നിത്യതയിൽ, ഞാൻ മലയാളത്തിന്റെ കാര്യം പറയാം കേട്ടോ. അപ്പോൾ തൽക്കാലം ഇപ്പൊ ഇംഗ്ലീഷാണ് ഇപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതാണ്ട് ഈ ഫോട്ടോ മാറ്റണം. ഫോട്ടോയിൽ ഒന്ന് ക്ലിക്ക് ചെയ്തു. ഫോട്ടോയിൽ നിന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്തോ സ്വാഭാവികം താഴെ എന്തോ ഒരു ചെറിയ കുഴപ്പം പറ്റിയിട്ടുണ്ടല്ലോ. നമ്മുടെ ഫോട്ടോ വന്നു കഴിഞ്ഞു.
അപ്പോൾ നമുക്കതിനെ സെലക്ട് ചെയ്യാം. നല്ല റീപ്ലേസ് ചെയ്ത് കഴിഞ്ഞു. റീപ്ലേസ് ചെയ്തു. നല്ല ഇതിനകത്ത് ഇപ്പോൾ ഞാൻ ഈ പയ്യൻ്റെ പടം വന്നിട്ട് ഇതെല്ലാം AI ഫോട്ടോസാണ് കേട്ടോ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പടം ഞാൻ വെച്ച് കഴിഞ്ഞു. അപ്പോൾ പ്രശ്നം അദ്ദേഹത്തിൻ്റെ തല പോയി. അപ്പോൾ ഞാൻ എന്താ ചെയ്യേണ്ടത്? ജസ്റ്റ് ക്ലിക്ക് ചെയ്യുന്നു. ആരെങ്കിലും ഒന്ന് പറയാമോ ഇപ്പോൾ ഇനി അടുത്ത് എന്താ ചെയ്യേണ്ടതെന്ന് ഒരാൾ പറയാമോ? തൊട്ട് താഴെ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ തൊട്ട് താഴെ ക്രോപ്പ് ഉണ്ട്. ക്രോപ്പ് സെലക്ട് ചെയ്യുക. 2 കൈ ഉണ്ട്. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് ചേഞ്ച് ചെയ്യാം. സാറ്റിസ്ഫൈങ് രീതിയിലാണ് സെറ്റ് ചെയ്തേക്കുന്നത്. നമ്മളിങ്ങനെ സെറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇതാ റെഡി. ഇനി നമ്മുടെ പയ്യന്റെ പേര് ജോബ് എന്നങ്ങോട്ട് ഇട്ടു. ജോബ് മാത്യു. നമുക്ക് വേണേൽ പേരൊക്കെ എപ്പോഴും നമ്മൾ ഇങ്ങനെ റണ്ണിങ് ലെറ്റർ എഴുതാതിരിക്കുന്നതായിരിക്കും നല്ലത്. ഇപ്പം നമുക്ക് ഫോണ്ട് എടുക്കുക. ഫോണ്ടിൻ്റെ തൊട്ട മുകളിലൊരു ആരോ മാർക്ക് ഇവിടെ കാണാം. ജസ്റ്റ് ആരോ മാർക്ക് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇഷ്ടംപോലെ ഫോണ്ട് എഴുതുന്നുണ്ട്. നമുക്ക് ഈ ആൻഡൺ എന്ന് പറഞ്ഞ ഫോണ്ട് വേണമെങ്കിൽ എടുക്കാം. വളരെ വിസിബിൾ ആണത്. അതിപ്പോൾ ആൻഡൺ ഇത് അല്പം ഈ ഇറ്റാലിയൻ ആണ്. അപ്പം നമുക്ക് വേണമെങ്കിൽ അതിനെ ഒന്ന് ചരിക്കാം, ഒന്ന് നൂത്തെടുക്കാം. അതിന് താണ്ട ഫോർമാറ്റ് എന്നൊരു സാധനം കാണും. ഫോർമാറ്റ് അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് മാറ്റി കഴിഞ്ഞാൽ നേരെ റെഡി. ജോബ് മാത്യു എന്നുള്ളത് ക്യാപിറ്റൽ ലെറ്ററിൽ വേണം. അപ്പോൾ അതും B തന്നെയാണ്. നിങ്ങൾ കയ്യിലൊരു കുറിപ്പ് വെച്ചേക്കണം. ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കണ്ടോ, ബോൾഡ് ആക്കാൻ പറ്റും, ഇറ്റാലിയൻ ആക്കാൻ പറ്റും, ലൈൻ ഇടാൻ പറ്റും. അതുപോലെ ക്യാപിറ്റൽ ലെറ്റർ, സ്മോൾ ലെറ്റർ, അതുപോലെ അലൈൻമെന്റ്സുകളെല്ലാം ഇവിടെ കാണാനായിട്ട് പറ്റും. അതെല്ലാം നമുക്ക് ഈ ബിയിലാണ് കിടക്കുന്നത്. അപ്പോൾ ഞാൻ ഈ ജോബ് മാത്യു എന്നുള്ളത് കംപ്ലീറ്റ് ക്യാപിറ്റൽ ലെറ്ററിലാക്കണം. ഞാൻ വേണ്ടേ ഇത് ഞെക്കി കഴിഞ്ഞാൽ ജോബ് മാത്യു ക്യാപിറ്റൽ ലെറ്റർ ആയി കഴിഞ്ഞു. ചുടം ചെറുതാക്കി. വേണമെങ്കിൽ ഈ പയ്യന്റെ റെഡാണ് ഈ പയ്യൻ ഉപയോഗിച്ചിരിക്കുന്ന ബനിയൻ, അല്ലെങ്കിൽ ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് ഒരു ബ്ലൂ, ഒരു ഗ്രീൻ ആണ്. അപ്പം നമുക്ക് വേണമെങ്കിൽ ഈ ജോബ് മാത്യു എന്നുള്ളതും ആ ഗ്രീൻ കളർ തന്നെ മാറ്റിയാൽ ഡിസൈൻ വളരെ കാണാൻ നല്ലതായിരിക്കും. അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടത്? അതായത് ഈ സ്കെച്ച് എടുത്തു. ഈ സ്കെച്ച് എടുത്തതിന് ശേഷം നേരെ ഇത് കൊണ്ടുവന്ന ഈ വെച്ച് കഴിഞ്ഞാൽ കണ്ടോ പച്ചയായി കഴിഞ്ഞു. ജോബ് മാത്യു. വയസ്സ്, ഇപ്പോൾ ഈ പയ്യന്റെ വയസ്സ് തൽക്കാലം ഒരു 25 നെടുകയാണ്. ബ്രാക്കറ്റിൽ 25. ഇത് നമ്മുടെ സ്റ്റൈലിലോട്ട് നമ്മൾ മാറ്റുകയാണ്. ഇത്രയേ ഉള്ളൂ. ഇതിൻ്റെ തൊട്ട് താഴെ ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ കിടപ്പുണ്ട്. ഞാൻ പിന്നെ സമയം എടുക്കുന്നില്ല. ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് ചേഞ്ച് ചെയ്യാൻ പറ്റും. ബിലൗഡ് വൈഫ്, മദർ ആൻഡ് ഗ്രാൻഡ് മദർ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് വിത്ത് പ്രയേഴ്സ് എന്നോ അല്ലെങ്കിൽ നമ്മുടെ പള്ളിയുടെ പേര് നമുക്കിവിടെ സെറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഞാനിവിടെ തടിയൂർ ഇമ്മാനുവൽ. അപ്പോൾ എനിക്ക് അടുത്ത ലൈനാണ് വേണ്ടത്. അപ്പോൾ ഞാൻ ജസ്റ്റ് എൻ്റർ അടിച്ചു കഴിഞ്ഞാൽ താഴെ തടിയൂർ ഇമ്മാനുവൽ മാർത്തോമ ചർച്ച്. അതിൻ്റെ ഫോണ്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ഒന്ന് മാറ്റി പിടിക്കാം. തൊട്ട് താഴെ കിടപ്പുണ്ട്. നമുക്കിഷ്ടമുള്ള ഫോണ്ട് എടുക്കുക. അതിന് നമ്മൾ മുഴുവൻ ക്യാപിറ്റൽ ലെറ്ററോട് നമുക്ക് മാറ്റണം. അതിന് വീണ്ടും B ആണ്. ഈ B നമുക്ക് ഒരുപാട് ടൂൾസ് ഉള്ള ഒരു സ്ഥലമാണ് ഈ B. അപ്പോൾ ഈ B ഫോർമാറ്റ് എടുക്കുക. അതിൽ ജസ്റ്റ് അടിച്ചു കഴിഞ്ഞാൽ അത് ക്യാപിറ്റൽ ലെറ്ററായി. തടിയൂർ ഇമ്മാനുവൽ മാർത്തോമ ചർച്ച്. ഇവിടെ നമുക്കൊരു എംബ്ലം കൂടെ കൊടുക്കണം. അപ്പോൾ നമ്മൾ ഓൾറെഡി നമ്മുടെ ഇതിൽ എംബ്ലം കിടപ്പുണ്ട്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? തൊട്ട് താഴെ അപ്ലോഡ്സ് ഉണ്ട്. അപ്ലോഡ്സ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പഴയ എംബ്ലം എടുത്ത്, ഞാൻ എപ്പോഴും ഉപയോഗിക്കുന്ന എംബ്ലം അവിടെ കിടപ്പുണ്ട്. അതങ്ങോട്ട് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് വലുതോ ചെറുതോ ഒക്കെ ആക്കി ഇവിടെ നമ്മൾ കൊടുത്തു കഴിഞ്ഞു. നമ്മുടെ പള്ളിയുടെ. അപ്പോൾ ഇവിടെ നമുക്ക് വേണേൽ പ്രയർ ഗ്രൂപ്പോ ഒക്കെ ഇവിടെ ആഡ് ചെയ്യാവുന്നതാണ്. ഇങ്ങനെയാണ് ഒരു ഒബിച്ചറി കാർഡ് തയ്യാറാക്കുന്നത്. ഇനി വേണമെങ്കിൽ ഈ പൂക്കളുടെയൊക്കെ പച്ച, ഇപ്പം നമ്മുടെ ഇതിനകത്തൊരു പച്ച അല്ലെങ്കിൽ റെഡാണ്. നമുക്കൊരു റെഡിഷ് കളറിലോട്ട് മാറ്റണമെങ്കിൽ ജസ്റ്റ് അതെല്ലാം എലമെന്റ്സുകളാണ്. അതിലൊന്ന് ക്ലിക്ക് ചെയ്തതിന് ശേഷം തൊട്ട് താഴെ വന്നാൽ അതിൻ്റെ കളർ നമുക്ക് മാറ്റാൻ പറ്റും. അതിനെ നമുക്ക് വേണമെങ്കിൽ ഒരു റെഡിലോട്ട് കൊണ്ടുവരാം. ഇങ്ങനെയൊന്നും ഒബിച്ചറി കാർഡ് ഇത്രയും സ്റ്റൈൽ നോക്കേണ്ട കാര്യമില്ല. ഞാൻ നിങ്ങൾക്ക് അത് എലമെന്റിന്റെ കളറൊന്നും മാറ്റുന്നത് പഠിപ്പിക്കാൻ വേണ്ടി ഇട്ടതേ ഉള്ളൂ. പരമാവധി ഒബിച്ചറി കാർഡൊക്കെ ചെയ്യുമ്പോൾ ഡിസൈനൊക്കെ വലിയ ഡിസൈനൊന്നും പോയിരിക്കുന്നതാണ് നല്ലത്. ഇങ്ങനെ ജസ്റ്റ് സിമ്പിളായിട്ടൊരു സാധനം കൊടുത്താൽ മതിയായിരിക്കും. നിങ്ങൾക്കിത് മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. ഒരു തംസപ്പ് തരാമോ? മനസ്സിലായെങ്കിൽ നിങ്ങൾ ആരെങ്കിലും ചെയ്ത് നോക്കുന്നെങ്കിൽ ഒരു തംസപ്പ് തരാമോ? പറഞ്ഞാട്ടെ. നമ്മുടെ ബിജി അച്ഛൻ ചോദിച്ച നമ്മുടെ ഫോട്ടോയുടെ
എനിക്ക് തോന്നുന്നു നമുക്ക് ഇതിൻ്റെ അകത്ത് മറ്റേ ഫിൽറ്റർ ഉപയോഗിച്ച് വേണമെങ്കിൽ അതിന്റെ ഇത് ചെയ്യാമല്ലോ. ഏതാച്ചാ പറഞ്ഞു വെച്ചാ എനിക്കത് ഈ ട്രയൽ വേർഷനിലും ഫിൽറ്റർ എനിക്ക് തോന്നുന്നു അവൈലബിൾ ആച്ചാ. ആ ഫോട്ടോ ഒന്ന് ക്ലിക്ക് ചെയ്യാം അച്ഛൻ. അതിൻ്റെ അകത്ത് താഴോട്ട് പോയാൽ ബാക്ക്ഗ്രൗണ്ട് റിമൂവർ അല്ല, മുന്നോട്ട് ഇച്ചൂടെ പോയച്ചാ, ഇച്ചൂടെ പോയ ആ ഫിൽറ്റർ ആണ്ടാച്ചാ പോയി. ഇതോ അത് ഫിൽറ്റർ, അത് നമ്മുടെ കളർ മാറ്റാനേ പറ്റത്തുള്ളൂ. ബാക്ക്ഗ്രൗണ്ടിന്റെ ഒരു ചെറിയ വ്യത്യാസം വരത്തുള്ളൂ. അല്ല നമുക്ക് കളർ കംപ്ലീറ്റ് ആയിട്ട് മാറ്റാൻ പറ്റത്തില്ല. അതിന്റെ ഒരു സ്റ്റൈൽ മാറ്റാവുന്നേ ഉള്ളൂ. അല്ല, മോണോക്രോം താഴോട്ട് നാച്ചുറൽ കഴിഞ്ഞ് അതങ്ങോട്ട് മാറ്റിയാൽ, മോണോക്രോം ആണെങ്കിൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയി മാറും. അല്ല അങ്ങനെയുള്ളത് മാറും വെച്ചാൽ നമുക്ക് ഇഷ്ടപ്പെട്ട കളർ കിട്ടിയെന്ന് വരത്തില്ല. ഇത് കിട്ടും. ഇത് ഞാനൊന്ന് പറഞ്ഞേക്കാം, അച്ഛൻ പറഞ്ഞ സ്ഥിതിക്ക് ശരിയാ, അത് വിട്ടുപോരാത്ത കാര്യമാണ്. അതുകൊണ്ട് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ തൊട്ട് താഴെ ഈ ടൂൾസ് ഇന്നലെ പറഞ്ഞപ്പോൾ ഞാനൊന്ന് ഓടിച്ചു പറഞ്ഞായിരുന്നു. ഈ ഫോട്ടോ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് റീപ്ലേസ് കിട്ടും. ഒരു ബാക്ക്ഗ്രൗണ്ട് റിമൂവർ നമുക്ക് തൽക്കാലം ഇതിൽ അവൈലബിൾ അല്ല. പിക്സൽ ഇറൈസർ അത് വേണം നമുക്ക് കിട്ടും. നമുക്ക് ഇമേജ് മായ്ക്കാനായിട്ട് പറ്റും. നമുക്ക് ആവശ്യമില്ലാത്ത ഇമേജ് ഒക്കെ ഉണ്ടെങ്കിൽ അത് വേണം നമുക്ക് ഇറേസ് ചെയ്ത് കളയാൻ പറ്റും. അങ്ങനെ ഒരു ഓപ്ഷൻ ഇവിടെ കിടപ്പുണ്ട്. അത് നമുക്ക് അധികം തൽക്കാലം യൂസ് ആവത്തില്ല. പിന്നെ നമുക്ക് ഫിൽറ്റേഴ്സ് ഉണ്ട് ധാരാളം. ഇതിന്റെ സ്റ്റൈലോ ഇതിന്റെ ഒരു മൂഡോ ഒക്കെ നമുക്ക് മാറ്റി പിടിക്കാവുന്നതാണ്. റെഡ് കളറിന്റെ ഒക്കെ ഒരു ചെറിയൊരു അതിന്റെ ഒരു കോൺട്രാസ്റ്റ് ഒക്കെ ഒന്ന് കുറയ്ക്കാനും ഒക്കെ നമ്മളത് സഹായിക്കും. അത്രയാണ് ഫോട്ടോയായിട്ട് ബന്ധപ്പെട്ട്. പിന്നെ ഫോട്ടോയായിട്ട് ബന്ധപ്പെടുന്ന മറ്റ് ടൂൾസ് ക്രോപ്പ്, ഫ്ലിപ്പ്. ഇനി ഒരു കാര്യം നിങ്ങളൊന്ന് പറയാം. നമ്മുടെ ഈ ഫോണ്ടിന് പല രീതിയിലുള്ള സ്റ്റൈൽ നമുക്ക് കൊടുക്കാനായിട്ട് പറ്റും. അപ്പം നിങ്ങൾ ജസ്റ്റ് ആ ഫോണ്ടിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ FX എന്ന് കിടക്കുന്നുണ്ടോ, FX വന്നു കഴിഞ്ഞാൽ അതിനൊരു ഷാഡോ കൊടുക്കാനായിട്ട് പറ്റും. അതിനൊരു നമുക്കിഷ്ടമുള്ള രീതിയിൽ അത് മാറ്റിയെടുക്കാനായിട്ട് പറ്റും. നമ്മൾ സ്റ്റാൻഡേർഡ് ആയിട്ടൊക്കെ ചെയ്യുന്ന സമയത്ത് എപ്പോഴും നമുക്ക് ഈ നോൺ ഇടുന്നതായിരിക്കും നല്ലത്. നമ്മൾ ഒരുപാട് അതിനൊക്കെ എഫക്ട്സ് കൊടുത്താൽ നമ്മുടെ ഒരു ഡിസൈൻ്റെ ഒരു ഭംഗി അങ്ങ് പോകും. ഞാൻ പ്രോയിൽ ചെയ്ത കുറച്ച് ഡിസൈൻസ് നിങ്ങളെ പിന്നീട് കാണിക്കാം. നിങ്ങൾക്കും ഈസി ആയിട്ട് നമുക്ക് ഇതിനകത്ത് ഇതുപോലെ ഡിസൈൻസ് ചെയ്തെടുക്കാം. ഇതാണ് ഒരു ഒബിച്ചറി കാർഡ് നമുക്ക് വളരെ വേഗത്തിൽ സെറ്റ് ചെയ്യാനായിട്ട് പറ്റുന്നത്. ഒബിച്ചറി എന്നിട്ട് ഇത് കഴിഞ്ഞു, പരിപാടി കഴിഞ്ഞെങ്കിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക, മുകളിലോട്ടൊരു സേവ് അടിക്കുക. ഡൗൺലോഡ് ചെയ്തു. PNG അല്ല നമുക്ക് വേണ്ടുന്നത്, JPG ആണ്. ഡൗൺലോഡ്, ഇത്രയേ ഉള്ളൂ, സംഗതി റെഡി. അപ്പൊ ഇതാണ് ഒരു ഒബിച്ചറി കാർഡ്. ഇനി ഇതുപോലെ തന്നെ നിങ്ങൾക്ക് ബർത്ത്ഡേ ചെയ്യാനായിട്ട് പറ്റും. ബർത്ത്ഡേ ഇതുപോലെ ചെയ്യാനായിട്ട് പറ്റും. നമ്മുടെ പള്ളികളിലൊക്കെ ചിലപ്പോൾ സീനിയർ അച്ഛന്മാരൊക്കെ ഉണ്ടെങ്കിൽ നമുക്കൊരു ബർത്ത്ഡേ കാർഡ് അവർക്ക് വേണ്ടി ചെയ്തു കൊടുക്കണം. അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് അതും ചെയ്യാൻ പറ്റും. വീണ്ടും ഇവിടെ വരിക, ടെംപ്ലേറ്റ് ഞെക്കുക. നിങ്ങൾക്ക് ഏത് സാധനം വേണോ ഒരു ബർത്ത്ഡേ ജസ്റ്റ് ഒന്ന് അടിച്ചാൽ മതി. ബർത്ത്ഡേ വന്നു കഴിഞ്ഞു, ബർത്ത്ഡേയുടെ വിഷസിനുള്ള സാധനം മതി. കണ്ടോ, ഏത് സാധനമാണ് നിങ്ങൾക്ക് വേണ്ടുന്നത് ഇഷ്ടംപോലെ ഇവിടെ കിടപ്പുണ്ട്. അതേതാണ് ആവശ്യം, നല്ല ഏറ്റവും സ്റ്റാൻഡേർഡ് സൈസിലുള്ള സാധനം നമുക്ക് ഇവിടെ അവൈലബിൾ ആണ്. നോക്കിക്കോളൂ, ആയിരക്കണക്കിന് ഡിസൈൻസ് നമുക്ക് ഇവിടെ കാണാം. അതും ഇതുപോലെ തന്നെ നമുക്ക് എടുക്കുക, സെലക്ട് ചെയ്യുക, നമ്മൾക്ക് ആവശ്യമുള്ള ഫോട്ടോസ് അതിനകത്ത്. ഞാൻ പെട്ടെന്ന് ഒരു ബർത്ത്ഡേ ഇതിലൂടെ കാണിക്കാം. നമ്മുടെ ബർത്ത്ഡേ നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്ന ആളുടെ ഒരു ലെവൽ അനുസരിച്ച് നമുക്ക് ഇതിനകത്ത് ആവശ്യമുള്ള ഡിസൈൻസ് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചേഞ്ച് ചെയ്യാം. അതും ഏത് എലമെന്റ് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ചെയ്യാം. ഹാപ്പി ബർത്ത്ഡേ. ഫോട്ടോ നമുക്ക് ആളുടെ പടം ഒന്ന് മാറ്റി പിടിക്കാം. ഈ പടം ഒന്ന് മാറ്റുന്നു. എനിക്ക് കഴിഞ്ഞാൽ ഉടനെ റീപ്ലേസ് വന്നു. ഞാൻ ഈ പയ്യന്റെ ഫോട്ടോ അങ്ങോട്ട് ഇടുന്നു. സംഗതി റെഡി. എന്നിട്ട് ഇവിടെ നമ്മൾ സാധാരണ പോലെ തന്നെ പേര് കൊടുക്കുന്നു. താഴെ നമ്മൾ വിഷ് ഉണ്ടെങ്കിൽ അതടിക്കുന്നു. വളരെ പെട്ടെന്ന് നമ്മുടെ ഒരു ബർത്ത്ഡേ പരിപാടി വന്നു കഴിഞ്ഞു. ജസ്റ്റ് ക്ലിക്ക് എടുക്കുക, ഡൗൺലോഡ് അടിച്ചു, നേരെ PNG മാറ്റി JPG. അച്ഛാ പറഞ്ഞാട്ടെ. അച്ഛാ, ഈ ഇപ്പൊ വെച്ചിരിക്കുന്ന പയ്യന ബാക്ക്ഗ്രൗണ്ട് നമ്മൾ റിമൂവ് ചെയ്യാൻ ബാക്ക്ഗ്രൗണ്ട് അച്ഛാ, അതിനകത്ത് പ്രോബ്ലം നമുക്ക് ഇപ്പൊ ഈ ട്രയൽ വേർഷനിൽ അച്ഛന് ഈ ക്യാൻവ ഉപയോഗിക്കുന്നുണ്ടോ? ട്രയൽ വേർഷനിലാണെങ്കിൽ നമുക്ക്
ട്രയൽ വേർഷനിൽ നമുക്ക് തൽക്കാലം ഇത് എന്നാൽ നിങ്ങൾക്ക് നിങ്ങളെ സഹായിക്കുന്ന പിക്സാർട്ട് പോലുള്ള പിക്സാർട്ട് PICART പിക്സാർട്ട് പോലുള്ള ആപ്പുകളിൽ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്ത് തരും. അല്ലെങ്കിൽ നിങ്ങൾ ജെമിനി ഉപയോഗിക്കുന്നെങ്കിൽ അതോടെ വേണം നിങ്ങൾക്ക് ഒന്ന് പറഞ്ഞു തരാം. ഇപ്പൊ നിങ്ങൾക്ക് ഏതാണ്ട് ഇപ്പോൾ ഇദ്ദേഹത്തിന്റെ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്ത് വേണമെങ്കിൽ ജസ്റ്റ് ജെമിനിയിലോട്ട് ഇട്ട് കൊടുക്കുക, ആ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്ത് തരും. ബർത്ത്ഡേ ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ജെമിനി തന്നെ പോസ്റ്ററുകൾ ഉണ്ടാക്കി തരാം. അതിനകത്തൊന്നും വലിയ കൺഫ്യൂഷൻസ് ഇല്ലല്ലോ. അപ്പൊ ബർത്ത്ഡേക്ക് ജസ്റ്റ് ഒരു നിങ്ങൾ അവരുടെ പേര് കൊടുക്കുക, ഇന്ന ആളുടെ ഒരു ബർത്ത്ഡേ കാർഡ് വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജെമിനി തന്നെ സുന്ദരമായ ബർത്ത്ഡേ കാർഡുകൾ അയച്ചു തരും, നമുക്ക് ഇട്ട് തരും. ഇതൊക്കെ നമുക്ക് വളരെ എളുപ്പത്തിൽ ജെമിനി വഴി ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് അതിനകത്ത് പ്രത്യേകിച്ച് വലിയ എഫോർട്ടൊന്നും ബർത്ത്ഡേക്കൊന്നും വേണ്ടി ആവശ്യമില്ല. അത് നിങ്ങൾക്ക് ജെമിനിയിലോ ChatGPT-യിലോ ഒക്കെ ചെയ്യാവുന്നതാണ്. എന്നാൽ ഈ കോംപ്ലിക്കേറ്റഡ് ഉള്ള പോസ്റ്ററുകളൊക്കെ വരുമ്പോഴാണ് ഞാൻ ഉദ്ദേശിച്ചത് ഈ ക്യാൻവയുടെ BG4 അല്ല, അല്ലാതെ നമ്മള് ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യുന്ന സൈറ്റുകളിൽ കൊടുത്ത് അത് റിമൂവ് വേണമെങ്കിൽ ചെയ്തെടുത്തിട്ട് യെസ് അത് നിങ്ങൾക്ക് അത് കുറച്ച് എഫോർട്ട് വേണ്ടുന്ന കാര്യം. അത് ഞാൻ പറഞ്ഞു തരാം. അച്ഛൻ ചോദിച്ച കാര്യമായി. ഇതാണ്ട് പിക്സൽ ഇറേസർ കണ്ടോ? ജസ്റ്റ് നമ്മൾ അവിടെ നിങ്ങൾക്ക് അങ്ങനെ ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ രീതി അനുസരിച്ച് പിന്നെ നമുക്ക് ഇങ്ങനെ ചില ക്ഷമ എടുക്കുന്ന കാര്യമാണ്. ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ കണ്ടോ, അത് റിമൂവ് ആയി കഴിഞ്ഞു. ഞാൻ അത്രയും ഭാഗം റിമൂവ് ആയി കഴിഞ്ഞു കേട്ടോ. ഇത് നിങ്ങൾക്ക് ഉപയോഗിക്കാം കേട്ടോ. ഈ സാധനം ഉപയോഗിക്കാം. നിങ്ങൾക്ക് എത്ര അങ്ങനെ കുറച്ച് സമയം എടുക്കുന്ന ഒന്ന് എഫോർട്ട് എടുത്താൽ മതി. തൊട്ട് താഴെ പിക്സൽ ചെറിയ പടമൊക്കെ ആണെങ്കിൽ ഇതുപോലെ പിക്സൽ റിമൂവ് ചെയ്ത് ബാക്ക്ഗ്രൗണ്ട് നിങ്ങൾക്ക് റിമൂവ് ചെയ്ത് മാറ്റാനായിട്ട് പറ്റും. പിന്നെ റിസ്റ്റോർ ഓപ്ഷനും അവിടെ തന്നെ കിടപ്പുണ്ട്. അതില്ലേ ചോദിച്ചത്? ഞാനിപ്പോ സമയക്കുറവുകൊണ്ട് നമ്മൾ ആ ഡീറ്റെയിലോട്ട് ഒരുപാട് പോകുന്നില്ല. അത് നിങ്ങൾ ചെയ്ത് പഠിക്കാന്നേ നിവൃത്തിയുള്ളൂ. ഇതിപ്പോ ഞാനിപ്പോ ഇത്രയും റിമൂവ് ചെയ്തു, അത്രയും അവിടുത്തെ മാറിക്കഴിഞ്ഞു. അപ്പൊ റിമൂവ് ചെയ്ത് കഴിയുമ്പോൾ ഓർത്തോണം, ഇങ്ങനെയുള്ള പടങ്ങൾ വരുമ്പോൾ എപ്പോഴും ഫ്രെയിമിനകത്ത് ഇപ്പൊ ഇവിടെ ഇത്രയും ഭാഗം ഇല്ല. അപ്പൊ അതങ്ങനെ കാണുന്ന വൃത്തിയാണ്. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് ആ ഫ്രെയിമിൽ മുട്ടിക്കണം ആ പടം. എന്നാൽ മാത്രമേ അത് രസം ഭംഗിയാവത്തുള്ളൂ. അതെപ്പോഴും ഓർത്തോണം. ഇങ്ങനെയുള്ള കാര്യം ഡിസൈൻ ചെയ്യും. പരമാവധി നല്ല ഫോട്ടോയൊക്കെ ആണെങ്കിൽ റിമൂവ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പൊ ഇതും അതുപോലെ നിങ്ങൾക്ക് റിമൂവ് ചെയ്ത് മാറ്റാം. ഞാൻ അതുകൂടെ കാണിച്ചേക്കാം. പിക്സൽ ഇറേസർ കുറച്ച് കയറിപ്പോയി. വളരെ പെട്ടെന്ന് നമ്മൾ അത് റിമൂവ് ആയി കഴിയും. ഇവിടെ കുറച്ച് ഭാഗമുണ്ട് റിമൂവ് ആവാനായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നമുക്ക് അതുകൂടെ കളഞ്ഞേക്കാം. നമുക്ക് അണ്ടും റീഡും മുകളിൽ കിടപ്പുണ്ട് കേട്ടോ. ഏതെങ്കിലും ചെയ്തിട്ട് തെറ്റിപ്പോയി കഴിഞ്ഞാൽ ജസ്റ്റ് ഈ മുകളിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മതി. ഞാൻ ഇതും പിക്സൽ ഇറേസർ ഉപയോഗിച്ച് കളയുകയാണ്. ഞാൻ ചെയ്തങ്ങ് പോയായിരുന്നു കേട്ടോ. അപ്പോൾ നിങ്ങളിതുപോലെ ജസ്റ്റ് ഒന്ന് റിമൂവ് ചെയ്ത് കളഞ്ഞാൽ മതി. അതിന് വേണ്ടി സമയം ഞാൻ എടുക്കുന്നില്ല. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ എളുപ്പത്തിൽ ഒരു ബർത്ത്ഡേ കാർഡുകൾ ചെയ്തെടുക്കാവുന്നതാണ്. ഇനി ഞാൻ ഇന്നലെ ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞ കാര്യങ്ങളാണ്. പെട്ടെന്ന് ഒരു ഇമ്പോർട്ടൻ്റ് അനൗൺസ്മെന്റ്സ് നിങ്ങളുടെ പള്ളിയുടെ കൊടുക്കണം. ഒരു കമ്മിറ്റി മീറ്റിംഗ് ഇന്നുണ്ടായിരിക്കും. അത് ക്രിയേറ്റീവായിട്ട് പെട്ടെന്ന് ആളുകൾ ശ്രദ്ധിക്കുന്ന തരത്തിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ അതും കിടപ്പുണ്ട്. നിങ്ങൾ ജസ്റ്റ് ടെംപ്ലേറ്റ് എടുക്കുക, ഇമ്പോർട്ടൻ്റ് അനൗൺസ്മെന്റ് അടിക്കുമ്പോൾ തന്നെ വരും. ഇമ്പോർട്ടൻ്റ് അനൗൺസ്മെന്റ്സ് അടിച്ചപ്പോൾ ഇഷ്ടംപോലെ സാധനങ്ങൾ വന്നു കഴിഞ്ഞു. കണ്ടോ, നിങ്ങൾക്ക് ഇഷ്ടമുള്ളവരുടെ ഇതിൽ നിന്ന് എടുക്കാം. ഞാനിപ്പോൾ ഇതങ്ങ് എടുക്കുകയാണ്. ഏത് സാധനം വേണമെങ്കിലും നമുക്കുണ്ട്. ഏത് സാധനം നിങ്ങൾക്ക് ഡിസൈൻ ചെയ്യണമെങ്കിൽ ജസ്റ്റ് സെർച്ച് ചെയ്താൽ ആ സാധനം അങ്ങനെ നമ്മുടെ മുമ്പിൽ തന്നെ വരും. അതിനെ ഒന്ന് സെർച്ച് ചെയ്ത് ഇമ്പോർട്ടൻ്റ് അനൗൺസ്മെന്റ്. അപ്പോൾ ദർ വിൽ ബി എ കമ്മിറ്റി ആഫ്റ്റർ സർവീസ്. ഞാനത് അങ്ങോട്ട് കൊടുക്കുന്നു. അപ്പോൾ നിങ്ങൾ ബാക്കി കാര്യങ്ങളൊക്കെ ചുമതലക്കാരുടെ ഡീലിൽ അല്ലെങ്കിൽ ഡിയർ എക്സിക്യൂട്ടീവ് മെമ്പേഴ്സ് എന്നൊക്കെ നിങ്ങൾക്ക് കൊടുക്കാം. ദർ വിൽ ബി
ഇത് നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് നിങ്ങൾക്ക് എത്രയും സാധനം ഉണ്ടോ അത് നമുക്ക് മാറ്റാം. ഇതിപ്പോൾ ഞാൻ ഇപ്പോൾ ഇത് ചിലത് സ്മോൾ ലെറ്ററും ക്യാപിറ്റൽ ലെറ്ററും ഒക്കെയാണ്. അപ്പോൾ ഞാൻ താഴെ കൊണ്ടുവന്നു ബി എടുത്തു, നീക്കി കഴിഞ്ഞാൽ ഉടനെ ഇതാ വന്നു കഴിഞ്ഞു. താഴെ നിങ്ങൾക്ക് വേണ്ടെങ്കിൽ ആ സാധനം ഡിലീറ്റ് ചെയ്ത് കളഞ്ഞേക്കുക. ഇമ്പോർട്ടൻ്റ് അനൗൺസ്മെന്റ് റെഡി. അപ്പോൾ നമ്മൾ ഇങ്ങനെ ഒരു സാധനം ഇടുമ്പോൾ പെട്ടെന്ന് ആൾക്കാർ ശ്രദ്ധിക്കും, ഇന്നൊരു കമ്മിറ്റി ഉണ്ടല്ലോ, അച്ഛൻ എന്താണ് ഇട്ടിട്ടുണ്ടല്ലോ എന്ന് ശ്രദ്ധിക്കും. ഇത് നിങ്ങളുടെ ഇത് നമ്മുടെ എലമെന്റ് ആണ്. ഇത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് അങ്ങോട്ടോ ഇങ്ങോട്ടോ ഇങ്ങനെ ചേഞ്ച് ചെയ്യാവുന്നതാണ്. കണ്ടോ, ഇഷ്ടത്തിനനുസരിച്ച് വേണം. നമുക്കിനി ഇത് ഒരെണ്ണം വേണ്ടെങ്കിൽ ഒരെണ്ണം കളഞ്ഞേക്കുക. അവിടെ ചെറിയ ഷാഡോ ഒക്കെ വന്നിട്ടുണ്ട്, അതൊക്കെ കളഞ്ഞുണ്ട്, റെഡി. ഇവിടെ നമുക്ക് വേണമെങ്കിൽ പള്ളിയുടെ പേര് തൊട്ട് താഴെ വേണമെങ്കിൽ ആഡ് ചെയ്യാം. അതെങ്ങനെയാണ് ആഡ് ചെയ്യുന്നത്? ജസ്റ്റ് ടെക്സ്റ്റ് എടുക്കുക, പുതിയൊരു ടെക്സ്റ്റ് ആഡ് ചെയ്യാനായിട്ട് ഇന്നലെ നമ്മൾ കണ്ടതുപോലെ അതിന് മുകളിൽ നമ്മുടെ പള്ളിയുടെ പേരിട്ടുന്നു, തടിയൂർ ഇമ്മാനുവേൽ. തൊട്ട് താഴെ ഞാൻ ഇട്ടു. അതെനിക്ക് കംപ്ലീറ്റ് സ്മോൾ ക്യാപിറ്റൽ ലെറ്റർ ആക്കണം. എന്നിട്ട് ഞാൻ ബി കൊണ്ടുവന്നു. സംഗതി റെഡി. ഒരു അനൗൺസ്മെന്റ് കാർഡ് റെഡി. നമ്മളിതിനെ വീണ്ടും ഡൗൺലോഡ് ചെയ്യുക, നേരത്തെ പറഞ്ഞ പോലെ ഉപയോഗിക്കാം. ഇങ്ങനെയാണ് പെട്ടെന്ന് ഒരു അനൗൺസ്മെന്റ് കാർഡ് നമുക്ക് ചെയ്യാം. ഇനി നമ്മളെ വളരെയധികം നമുക്ക് അച്ഛന്മാർക്ക് ആവശ്യം വരുന്ന ഒരു സാധനമാണ് പ്രോഗ്രാം ഷെഡ്യൂൾ. നമ്മൾ എല്ലാം കൈകൊണ്ട് എഴുതുന്ന പരിപാടിയൊക്കെ കഴിഞ്ഞു. അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ 2 മിനിറ്റ് കൊണ്ട് ഒരു പ്രോഗ്രാം ഷെഡ്യൂൾ റെഡിയാക്കാം. നാളെ രാവിലെ ഒരു പ്രോഗ്രാം ഉണ്ട്. നിങ്ങൾ ജസ്റ്റ് ഇവിടെ ഈ ടെംപ്ലേറ്റ് വരിക, ഇവിടെ കിടപ്പുണ്ട് പ്രോഗ്രാം ഷെഡ്യൂൾ എന്നടിച്ചു കഴിഞ്ഞാൽ 100 കണക്കിന് പ്രോഗ്രാം ഷെഡ്യൂൾ, അത് ഏറ്റവും സ്റ്റാൻഡേർഡ് സാധനങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അത് നമുക്ക് ഏതാണ് ആവശ്യം അതനുസരിച്ച് നമ്മൾ സെറ്റ് ചെയ്താൽ മാത്രം മതി. ഞാൻ ഇതങ്ങോട്ട് സെലക്ട് ചെയ്തു. അതിപ്പം പ്രോ സാധനമാണ്. വേറെണ്ണം ഇഷ്ടംപോലെ പ്രോഗ്രാം കിടപ്പുണ്ട്, കണ്ടോ. നമുക്കത് ആവശ്യമുള്ളത് ഏതാണെന്ന് വെച്ചാൽ നമ്മൾ എടുക്കുക, അതിനകത്ത് എഡിറ്റ് ചെയ്യുക, ഉപയോഗിക്കുക. ഞാൻ അതിന് വേണ്ടി ഇപ്പോൾ സമയം കളയുന്നില്ല. നിങ്ങൾക്കത് കിട്ടിയായിരുന്നോ? ആരെങ്കിലും നോക്കിയായിരുന്നോ? പ്രോഗ്രാം ഷെഡ്യൂൾ ജസ്റ്റ് വെഡിങ് പ്രോഗ്രാം അല്ലെങ്കിൽ അതിൻ്റെ ഒരു സാധനം എടുക്കുക. ഇതെടുത്തിട്ട് നമ്മുടെ പ്രോഗ്രാമിനനുസരിച്ച് നമുക്കിവിടെ പേരും ഡീറ്റെയിൽസും ഒക്കെ മാറ്റി കൊടുക്കാവുന്നതാണ്. ഇതൊരു പ്രോഗ്രാമിൻ്റെ ഡീറ്റെയിൽസ് ആണ്. ഇത് വെഡിങ് പ്രോഗ്രാം എന്നുള്ളത്. അപ്പം നമ്മൾ ഇതങ്ങോട്ട് മാറ്റിയിട്ട് കൊയർന്ന് അങ്ങോട്ട് ആക്കുന്നു. കൊയർ ഫെസ്റ്റ് എന്നോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പരിപാടി. ആ ഫോണ്ട് തന്നെ ഉപയോഗിച്ചാൽ കുറച്ച് നല്ലതായിരിക്കും. കൊയർ ഫെസ്റ്റ് ഷെഡ്യൂൾ, പ്രോഗ്രാം ഷെഡ്യൂൾ അങ്ങോട്ട് ഇടുക. ഇങ്ങനെ വരുന്ന സമയത്ത് നീട്ടിയാൽ മതി. എന്നിട്ട് ഇന്നലെ നമ്മൾ പറഞ്ഞിരുന്നു ഇതിൻ്റെ സ്പേസ്, ഈ ലെറ്ററുകൾ തമ്മിലുള്ള സ്പേസ് നമുക്ക് കുറയ്ക്കാനും കൂട്ടാനും പറ്റും. എങ്ങനെയാ? നേരെ താഴെ വരിക, ഈ ടീയിൽ അമർത്തുക, അഡ്വാൻസ്ഡ്. കണ്ടോ, ആ ടീയിൽ അമർത്തി കഴിഞ്ഞാൽ നിങ്ങളുടെ ലെറ്ററുകളും ലൈൻസും തമ്മിലുള്ള സ്പേസ് ഒക്കെ കൂട്ടാനും കുറയ്ക്കാനും പറ്റും. ആ ടീയിൽ അമർത്തി കഴിഞ്ഞിട്ട് ഞാൻ ഈ ലെറ്റർ സ്പേസിങ് ഇതൊന്ന് കൂട്ടി ഇങ്ങനെ നീക്കുമ്പോഴത്തേക്കും ഷെഡ്യൂള് വന്നു കഴിഞ്ഞു. കുറച്ചുകൂടി ഷെഡ്യൂൾ ഒന്ന് വലുതാക്കുക. ഇങ്ങനൊരു സാധനം നമ്മൾ ഡിസൈൻ ചെയ്ത് നമ്മുടെ ആളുടെ മുന്നിൽ കൊണ്ടുവച്ചാൽ അയാൾ ഞെട്ടിപ്പോവും. 11 മണിക്ക് ഗസ്റ്റ് അറൈവൽ. നമ്മുടെ പ്രോഗ്രാമിൻ്റെ രീതി എന്താണോ അതിനകത്ത് സ്വാഗതമോ ഫെലിസിറ്റേഷൻസോ ഒക്കെ അതനുസരിച്ച് കൊടുക്കാവുന്നതാണ്. കഴിഞ്ഞു. ഒരു പ്രോഗ്രാം ഷെഡ്യൂൾ എത്ര പെട്ടെന്ന് എത്ര ക്രിയേറ്റീവായിട്ടൊരു പ്രോഗ്രാം ഷെഡ്യൂൾ നമ്മൾ റെഡിയാക്കി. വീണ്ടും ഇതങ്ങോട്ട് എടുക്കുക, ഇത് ഡൗൺലോഡ് ചെയ്യുക, നിങ്ങൾക്കത് പ്രിന്റിലേക്ക് വിടാവുന്നതാണ്. അപ്പോൾ ഇങ്ങനെ നമ്മൾ പ്രിന്റ് എടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു സാധനം ക്യാൻവയിൽ നിന്ന് പ്രിന്റ് എടുക്കാനായിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ, അപ്പോൾ നമ്മൾ ഈ എലമെന്റ് എടുക്കുന്ന സമയത്ത് PDF പ്രിന്റ് എന്നൊരു ഓപ്ഷൻ കാണും. അത് വേണം എടുക്കാൻ. അത് കുറച്ചുകൂടെ ക്ലാരിറ്റിയോടെ കിട്ടും. PDF സ്റ്റാൻഡേർഡ് അല്ല ഉപയോഗിക്കേണ്ടത്, PDF പ്രിന്റ് വേണം ഉപയോഗിക്കാൻ. എന്നാൽ നമ്മൾ ബുക്കോ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് CMYK ഫയൽ എന്നൊക്കെ പറയും. അത് നമുക്ക് തൽക്കാലം നമുക്കിപ്പോൾ ആവശ്യമില്ല. ഈ ബേസിക് ലെവലിൽ അത് ആവശ്യമില്ല. ജസ്റ്റ് PDF പ്രിന്റ് എന്നടിച്ചു, ഡൗൺലോഡ് എന്നടിച്ചു, സാധനം റെഡി. നിങ്ങൾ ഇത് പ്രിന്റ് വിട്ട് കഴിഞ്ഞാൽ A4 സൈസിൽ ഈ കളർ സാധനം നിങ്ങളുടെ കയ്യിൽ വരും. അങ്ങനെയാണ് ഒരു പ്രോഗ്രാം ഷെഡ്യൂൾ എടുക്കുന്നത്. പ്രോഗ്രാം ഷെഡ്യൂൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് കരുതുന്നു. ഒരു തംസപ്പ് തരാമോ അച്ഛന്മാര്? ഓക്കെ, താങ്ക് യു. അച്ഛാ, നമുക്കൊരു ടെക്സ്റ്റ് ആണെങ്കിൽ ഒരു ബോക്സിനകത്ത് കൊടുക്കണമെങ്കിൽ എങ്ങനെ പറ്റുന്ന വെച്ചാൽ എങ്ങനെയാച്ചാ ടെക്സ്റ്റ് ബോക്സ്
അത് കൊടുക്കാം. വേണ്ടേ, ഞാനിപ്പോൾ അത് തന്നെ ഒന്ന് എടുത്ത് കാണിച്ചു തരാം. ഞാൻ അത് തന്നെ വീണ്ടും സെലക്ട് ചെയ്യാണ്. ഇപ്പൊ എനിക്കിപ്പോൾ ഈ പ്രോഗ്രാം എന്നുള്ള സാധനം ഒരു ബോക്സിനകത്താണ് കൊടുക്കേണ്ടതെങ്കിൽ ഇവിടെ എലമെന്റ് ഉണ്ട്. നമുക്ക് എലമെന്റുകൾ നിങ്ങളെ ഇന്നലെ ഞാൻ പരിചയപ്പെടുത്തിയത്. തൊട്ടത് ഇവിടെ കണ്ട താഴെ എലമെന്റ് എന്നൊരു സാധനം നിങ്ങൾക്ക് കാണാൻ പറ്റും. എലമെന്റ്, ഞാനത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇഷ്ടംപോലെ നമുക്ക് നിങ്ങളിപ്പം ഷേപ്പ് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഇഷ്ടംപോലെ ഷേപ്സ് നമുക്ക് വരും. കണ്ടോ, ഇഷ്ടംപോലെ ഷേപ്സ് വന്നു കഴിഞ്ഞു. അപ്പോൾ എനിക്ക് ഏത് ഷേപ്പ്, ഇപ്പം എനിക്ക് ബോക്സിനകത്താണ് കൊടുക്കുന്നത്, ഞാൻ ഇത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇത് കണ്ടോ, ഇതിങ്ങനെ കളറ്, ഇതിനെ കളർ നമുക്ക് ചേഞ്ച് ചെയ്യാവുന്നതാണ്. ഇതുപോലെ അപ്പോൾ ആ കളർ അങ്ങ് മാറ്റാം. റെഡ് അത്രയും വേണ്ട, അപ്പോൾ നമുക്കൊരു പീച്ച് കളർ എടുക്കാം, അല്ലെങ്കിൽ ഒരു ബ്ലൂ, ഇങ്ങനെ വേറെ ഏതെങ്കിലും കളർ എടുക്കാം. അപ്പോൾ അതിൻ്റെ അകത്തിൽ ഫോണ്ട് മാറി, അപ്പോൾ നമ്മൾ ആ ഫോണ്ടിൻ്റെ കളർ കൂടെ നമ്മളൊന്ന് ചേഞ്ച് ചെയ്യണം. അപ്പോൾ വേണമെങ്കിൽ അതിനകത്തൊരു ബ്ലാക്ക് കൊടുത്തു. ഇങ്ങനെ അച്ഛൻ ഇങ്ങനെയാണോ ഉദ്ദേശിച്ച അച്ഛാ? അതെ അതെ. ഇനി ഇത് മൂവ് ചെയ്യുമ്പം ബോക്സ് അവിടെ കിടക്കുകയും മറ്റേത് മാത്രം പോവുകയും ചെയ്യുമല്ലോ. അതെങ്ങനെ ചെയ്യും? ഏത് മൂവ് ചെയ്യുമ്പോൾ? ആ ബോക്സ് അതൊന്ന് മൂവ് ചെയ്യാൻ നോക്കിയാലേ ബോക്സ് മൂവ് ആവും, അക്ഷരം മൂവ് ആവും. അത് നമ്മുടെ അത് നമുക്ക് ലോക്കിംഗ് സംവിധാനം ഉണ്ട്. പക്ഷെ അത് ഇതിനകത്ത് അത് ഉണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. ഇപ്പൊ ഇതിന് നമ്മൾ ചെറിയ ഫോണ്ടൊക്കെ ആണെങ്കിൽ നമുക്ക് അതുകൂടെ ജസ്റ്റ് ഒന്ന് മൂവ് ചെയ്താൽ മതി അച്ഛാ. സിമ്പിൾ ആയിട്ട്. ഇതിപ്പോൾ ഞാൻ നമ്മുടെ ആവശ്യത്തിന് വേണ്ടി വേഗത്തിൽ ചെയ്ത് കാണിച്ചേ ഉള്ളൂ. ഡിസൈൻ ചെയ്യുന്ന സമയത്ത് വളരെ സൂക്ഷിച്ച് നല്ല ഭംഗിയായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് കുറച്ചുകൂടെ എഫക്റ്റീവായിട്ട് നമ്മൾ ചെയ്യാനായിട്ട് പറ്റും. ഇങ്ങനെയാണ് നമ്മളൊരു പ്രോഗ്രാം ഷെഡ്യൂൾ തയ്യാറാക്കുന്നത്. നമ്മൾ ചെയ്ത് തന്നെ നമ്മൾ സാധാരണ പഠിക്കും. സാധാരണ നമ്മളൊരു ഡിസൈൻ തന്നെ ചെയ്യുമ്പോൾ തന്നെ കുറേ കാര്യങ്ങൾ, ഇന്നലെ ആദ്യമായിട്ട് ചെയ്യുന്നവർ തന്നെ ചില സാധനങ്ങൾ അയച്ചു കഴിഞ്ഞാൽ ഞെട്ടിപ്പോയി. അത്ര ക്രിയേറ്റീവായിട്ട് നമ്മൾ പഠിച്ചോളും. ഇനി നമുക്ക് വളരെയധികം ആവശ്യമുള്ളൊരു സാധനമാണ് ലെറ്റർ പാഡ്. നിങ്ങൾ വീട്ടിലില്ല, നിങ്ങൾ പുറത്ത് നിൽക്കുകയാണ്, അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് ഒരാൾ പറയുകയാണ് വെച്ചാൽ ഇന്നൊരു ലെറ്റർ പാഡ് നമുക്കൊരു കാര്യം ചെയ്തു കൊടുക്കണം എന്ന് പറയുകയാണെങ്കിൽ പെട്ടെന്ന് നിങ്ങൾ വേറെ ആരെയും നോക്കണ്ട, നേരെ ക്യാൻവയിലോട്ട് പോവുക, ലെറ്റർ പാഡ് എന്നും കൂടി ടൈപ്പ് ചെയ്താൽ ഏറ്റവും സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ലെറ്റർ പാഡുകൾ നിങ്ങളുടെ മുമ്പിൽ തെളിയും. 1 2 3. ഈ ടെംപ്ലേറ്റ് അടിക്കണേ. ടെംപ്ലേറ്റ് അടിച്ചിട്ട് അടിക്കാവും. ടെംപ്ലേറ്റ് അടിച്ചിട്ട് അടിക്കുക. ഏറ്റവും സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള, ഏറ്റവും ഒഫീഷ്യൽ ആയിട്ടുള്ള ലെറ്റർ പാഡുകളുടെ മോഡൽസ് കണ്ടോ നമുക്ക് വന്നിരിക്കുന്നത് കണ്ടോ. ഇത് നമുക്ക് ഏത് വേണമെങ്കിലും നമുക്ക് എടുത്ത് ഉപയോഗിക്കാം. അപ്പൊ നമുക്ക് ഒഫീഷ്യൽ ആയിട്ട് A4 വേണ്ട. ലെറ്റർ പാഡ് എപ്പോഴും A4 വരുന്നത്. അത് A4 ലെറ്റർ പാഡുകളെല്ലാം. അവിടെ A4 അടിക്കേണ്ട കാര്യമില്ല. ലെറ്റർ പാഡിന് ഒരു സ്റ്റാൻഡേർഡ് സൈസ് ഉണ്ടല്ലോ, അതിലേ വരത്തുള്ളൂ. അപ്പൊ നിങ്ങൾക്ക് ഇതിലേത് ലെറ്റർ പാഡ് വേണം നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഞാനിപ്പോൾ തൽക്കാലം ഈ ലെറ്റർ പാഡ് എടുക്കുകയാണ്. എനിക്കതാണ് ഇഷ്ടപ്പെട്ടത്. അപ്പോൾ ഞാൻ ഒരു റെക്കമെൻഡേഷൻ ലെറ്ററോ അല്ലെങ്കിൽ അങ്ങനെ വല്ലോ ഞാൻ അടിക്കാനായിട്ട് ആഗ്രഹിക്കുക. അതിന് വേണ്ടി ഞാൻ ലെറ്റർ പാഡ് എടുത്തേക്കുന്നു. അപ്പോൾ ഞാൻ എന്തോ ചെയ്യണം, എൻ്റെ പള്ളിയുടെ ഡീറ്റെയിൽസ് എടുത്തു. ഇപ്പോൾ സ്ഥിരം കൊടുത്തുകൊണ്ടിരിക്കുന്നതാണെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ഉപയോഗിക്കാം. ഒരെണ്ണം സെറ്റ് ചെയ്തിട്ട് കഴിഞ്ഞാൽ, ഇപ്പം ഞാൻ എൻ്റെ തടിയൂർ ഇമ്മാനുവലിൻ്റെ ഇവിടെ നേരത്തെ ലെറ്റർ പാഡ് പ്രിന്റ് ചെയ്ത് വെച്ചേക്കാം. ഞാനിപ്പം ആ സംവിധാനം ഉപയോഗിക്കുന്നില്ല. ഞാൻ എൻ്റെ ഇതിൽ തന്നെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് ഓരോ പ്രാവശ്യവും അതനുസരിച്ച് അതിൻ്റെ ടെംപ്ലേറ്റിൽ നിന്ന് എടുത്ത് കളഞ്ഞിട്ട് പുതിയ സാധനം കയറ്റി അതങ്ങ് പ്രിന്റ് എടുക്കുക ചെയ്യുന്നത്. ഇങ്ങനെ ലെറ്റർ പാഡിന് അടിച്ച് തൂക്കേണ്ട കാര്യമില്ല, കൈ കൊണ്ട് എഴുതി കൊടുക്കേണ്ട കാര്യമില്ല. നിങ്ങൾക്കൊരു ക്യാൻവ ഉണ്ടെങ്കിൽ ടപ്പേന്ന് നിങ്ങൾക്ക് ഇതിൽ തന്നെ ലെറ്റർ പാഡ് റെഡിയാക്കി പ്രിന്റ് കൊടുത്തു കഴിഞ്ഞാൽ ആ ലെറ്റർ പാഡ് അവരുടെ കയ്യിലോട്ട് കിട്ടുമ്പം അവർ ഞെട്ടിപ്പോവും. അപ്പോൾ അതാണ്ട് ഇപ്പം ഞാൻ ഇത് മാറ്റിയിട്ട് എൻ്റെ പള്ളിയുടെ പേരിടുകയാണ്, തടിയൂർ. തടിയൂർ ഇമ്മാനുവൽ മാർത്തോമ ചർച്ച് ഞാൻ ഇട്ടു. ഇത് ഞാൻ ചെറുതാക്കി ഒന്ന് വലിച്ചു, കുറച്ചുകൂടെ ഒന്ന് വലുതാക്കി. ഇത് ഫുള്ള് ക്യാപിറ്റൽ ലെറ്റർ അടിച്ചു. ഈ ഫോണ്ട് വേണമെങ്കിൽ ഒന്ന് മാറ്റാം. ലെറ്റർ പാഡ് ആകുമ്പോൾ എപ്പോഴും ഇച്ചിരി ബോൾഡായിട്ടുള്ള ഫോണ്ട് കൂടെ ഉപയോഗിക്കുന്നതാണ് നല്ലത്. അപ്പോൾ ഞാൻ എന്തോ ചെയ്യണം, ബോൾഡ് ഫോണ്ടിനായിട്ട് ഇവിടെ ഫോണ്ട് എടുത്ത് വന്നു. അത് ഞാൻ നേരത്തെ പറഞ്ഞ ആൻഡൺ എന്ന് പറഞ്ഞ ആ സാധനം നിങ്ങൾക്ക് ഉപയോഗിക്കാം. അത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മളെ വളരെയധികം സഹായിക്കും. ഈ സാധനം അങ്ങോട്ട് എടുത്തു.
എനിക്കിവിടെ ലെറ്റർ പാഡ് ആകുമ്പോൾ ഉറപ്പായിട്ടും ഇവിടെ ഒരു ലോഗോ വേണം. അപ്പോൾ ഞാൻ എന്തോ ചെയ്യണം, അപ്ലോഡ്സ് എടുക്കുന്നു. അപ്ലോഡ്സ് ഈ ലോഗോ കിടപ്പുണ്ട്, ലോഗോ PNG കിടപ്പുണ്ട്. ഞാൻ എന്താ PNG എടുത്തു, എൻ്റെ സൈസിലോട്ട് മാറ്റി ഇതാ ഇവിടെ കൊണ്ട് പ്ലേസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഇപ്പോൾ ഞാനിപ്പോൾ ഇവിടെ വെക്കുകയാണ് തടിയൂർ PO. വേണ്ട, തടിയൂർ PO എന്ന് പറഞ്ഞിട്ട് ലെറ്റർ പാഡ്. അതുകൊണ്ട് ഇവിടെ നിങ്ങൾക്ക് അവിടെ നിങ്ങളുടെ ഫോൺ നമ്പർ, നിങ്ങളുടെ മെയിൽ ID, ഫോൺ നമ്പർ, സ്ഥലം, അതൊക്കെ ഇവിടെ വെക്കാവുന്നതാണ്. ഇവിടെ ഡേറ്റ് കിടപ്പുണ്ട്. ഇതെല്ലാം ഇവിടെ തന്നെ സ്റ്റാൻഡേർഡ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു ലെറ്റർ പാഡാണ് നിങ്ങൾക്ക് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അവിടെ എന്താണെന്ന് വെച്ചാൽ ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾക്ക് അവിടെ കൊടുക്കാവുന്നതാണ്. ഇതുപോലെ തന്നെ ഇവിടെ ജസ്റ്റ് ഞെക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ തന്നെ ടൈപ്പ് ചെയ്യാം. നിങ്ങൾക്ക് മനസ്സിലായെന്ന് കരുതുന്നു. സംശയമുണ്ടോ? ലെറ്റർ ഇനി നിങ്ങൾക്ക് സൈൻ ചെയ്യാം. നിങ്ങൾക്ക് സൈൻ ചെയ്യാൻ പറ്റും. നിങ്ങളുടെ കയ്യിൽ പേനയൊന്നുമില്ല, പക്ഷെ നിങ്ങൾക്ക് സൈൻ ചെയ്യാം. നേരെ ഈ ടൂൾസ് ഏറ്റവും താഴെ ടൂൾസ് വരിക. ടൂൾസ് എടുത്തു കഴിഞ്ഞാൽ കണ്ടോ ഒരു പേനയുടെ സാധനമുണ്ട്. അതിന്റെ തൊട്ടിപ്പുറത്ത് ഇവിടെ കുറേ പേനയുണ്ട്. പല സൈസിലുള്ള പെൻ നിങ്ങൾക്ക് അവൈലബിൾ ആണ്. പെന്നുണ്ട്, സ്കെച്ചുണ്ട്, മാർക്കറുണ്ട്, ഇറേസറുണ്ട്. അപ്പം നമ്മൾ ഈ പെൻ എടുത്തു. ഈ പെൻ സെലക്ട് ചെയ്യുമ്പോൾ അത് നീണ്ടു നിൽക്കും. എന്നിട്ട് ബ്ലൂ കളറാണ് വേണ്ടത്. ഏത് കളറാണോ വേണ്ടത് അത് ഇവിടെ സെലക്ട് ചെയ്യുക. എനിക്ക് ബ്ലൂ ആണ് വേണ്ടത്. ഞാൻ ഈ ബ്ലൂ സെലക്ട് ചെയ്തു. എന്നിട്ട് ഈ ഒലീവിയ വിൽസൺ അല്ലെങ്കിൽ എൻ്റെ പേര് ഇടുന്ന സ്ഥലത്ത് ഞാൻ സൈൻ ചെയ്ത് കഴിഞ്ഞു. അച്ഛൻ്റെ സൈനും വന്നു കഴിഞ്ഞു. എത്ര സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു ലെറ്റർ പാഡാണ് നോക്കി. നിങ്ങൾക്കിത് മനസ്സിലായോ? ഇതിനകത്ത് സംശയമുണ്ടോ? ഇൻ കേസ് സീല് വെക്കണമെങ്കിൽ എന്തോ ചെയ്യും? എന്താ വെച്ചാൽ സീല് വെക്കണമെങ്കിൽ നിങ്ങൾക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇപ്പൊ ഞാനൊരു ഉദാഹരണം നിങ്ങൾക്ക് കാണിച്ചു തരാം. എന്റെ സീല് പെട്ടെന്ന് നിങ്ങൾക്കൊരു സീല് റെഡി ആക്കണമെങ്കിൽ ഞാൻ സീലിന്റെ മുകളിൽ ആ മൊബൈൽ വെച്ചേക്കുന്നത്. അതുകൊണ്ട് സീല് നിങ്ങളുടെ മൊബൈലിൽ തന്നെ നിങ്ങൾക്ക് സെറ്റ് ചെയ്തിടാം. നേരത്തെ തന്നെ ഒരു സംവിധാനം ഉണ്ടെങ്കിൽ ഒരു സീല് ഫോട്ടോ എടുത്ത് അത്രേ ഉള്ളൂ. നിങ്ങളുടെ സീലിന്റെ ഫോട്ടോ എടുക്കുക, അതിന്റെ ബാക്ക്ഗ്രൗണ്ട് അങ്ങ് ക്രോപ്പ് ചെയ്ത് കളയുക, നേരെ എടുത്ത് അങ്ങോട്ട് വെച്ച് കഴിഞ്ഞ് പക്ക സീലാവും. ഒരു വ്യത്യാസവും വരത്തില്ല. ഞാൻ ഇവിടെ വന്ന ശേഷം പലതും അങ്ങനെ കൊടുത്തു. അപ്പൊ അതിനകത്ത് ഒരു പ്രോബ്ലം വരത്തില്ല. നിങ്ങൾക്കത് അപ്പൊ നമ്മൾ വീട്ടിൽ ഇരുന്നുകൊണ്ട് തന്നെ, നമ്മുടെ യാത്ര, ഇപ്പൊ ട്രെയിൻ യാത്ര ഇരുന്ന് പോലും നമുക്കൊരു ലെറ്റർ പാഡ് ഉണ്ടാക്കി ആർക്കാണോ ആവശ്യം അവർക്ക് അത് പ്രിന്റ് എടുക്കാവുന്നതാണ്. ഇപ്പൊ വെളിയിലേക്കൊക്കെ ഉള്ളവർക്ക് ഇപ്പൊ നിങ്ങൾക്കൊരു പെട്ടെന്നൊരു പിന്നെ ഒരു ബാപ്റ്റിസം സർട്ടിഫിക്കറ്റ് അയച്ചു കൊടുക്കണമെങ്കിൽ പോലും അതിനൊരു ഫോർമാറ്റ് ഉണ്ടല്ലോ. ആ ഫോർമാറ്റിൽ തന്നെ. പക്ഷെ ബാപ്റ്റിസം സർട്ടിഫിക്കറ്റ് എടുക്കുമ്പോൾ ചിലപ്പോൾ വിവരം നമ്മുടെ കാണണമെന്നില്ല. ഇനി അത് നമുക്ക് അറിയാമെങ്കിൽ നമ്മളത് വെക്കുക. തൽക്കാലം നമ്മൾ ഇങ്ങനെയുള്ള സംവിധാനം വെച്ചതിന് ശേഷം പിന്നെ ഇപ്പൊ പെട്ടെന്ന് സ്കൂളുകളിലൊക്കെ ഈ സാധനം അയച്ചു കൊടുക്കേണ്ടതായിട്ട് വരും, അഡ്മിഷനൊക്കെ ഉള്ള സമയത്ത്. ആ സമയത്ത് അത് ഉപയോഗിക്കാവുന്നതാണ്. ഇപ്പൊ ഞാൻ വന്ന ശേഷം പലയിടങ്ങളിലും ബാംഗ്ലൂര് കോളേജുകൾ സഹിതം അത് എനിക്ക് വളരെയധികം ഹെൽപ്ഫുൾ ആയിരുന്നു. ഞാനൊരു യാത്രയിലായിരുന്നു. ഒരു സ്റ്റാൻഡേർഡ് സൈസിലുള്ള ഒരു സാധനം നമുക്ക് അവർക്ക് എടുത്തു കൊടുക്കാനായിട്ട് പറ്റും. ലെറ്റർ പാഡ് നമുക്ക് വളരെ അടിയന്തരമായിട്ട് സാധനമാണ്. പറഞ്ഞോട്ടെ സാർ. സൈൻ ചെയ്യുന്ന പറയാമോ? ആണ്ടെ, സിമ്പിൾ അച്ഛാ. ഒന്നുകൂടെ പറയാം. ഞാൻ കണ്ടത് ബാക്ക് അടിച്ചാണ്. ഇവിടെ ഒരു സൈൻ കിടപ്പുണ്ട്, അത് നമുക്ക് വേണ്ട, അതങ്ങ് ഡിലീറ്റ് ചെയ്തേക്കുക. ഇപ്പൊ ഞാനിവിടെ എൻ്റെ പേര് പ്രിൻസ് എന്നാണ്. അപ്പൊ ഞാൻ എൻ്റെ പേര് പ്രിൻസ് എന്ന് അടിച്ചു. നിങ്ങൾക്ക് ഇത് ബോൾഡ് ആക്കണമെങ്കിൽ ഇവിടെ കിടപ്പുണ്ട്, ബോൾഡ് അടിക്കുക. ബോൾഡ് ആക്കി. ഇനി നമുക്ക് പെന്നാണ് വേണ്ടുന്നത്. തൊട്ട് താഴെ ടൂൾസ് കണ്ടോ, ടൂൾസ് എന്നൊരു സാധനം കിടപ്പുണ്ട്. ടൂൾസ് എടുത്തു കഴിഞ്ഞാൽ അവിടെ പെന്ന് വന്നു. അത് നമ്മൾ എടുത്തു കഴിഞ്ഞു. ഇത് പ്രോ ലെവലിലോട്ട് നമ്മൾ പോകുമ്പോഴാണ് നമുക്ക് ഇതൊക്കെ ചെയ്യാൻ പറ്റുന്നത്. ഇത് അത്ര വിരൽ വെച്ച് അങ്ങനെ പറ്റുന്നവർക്ക് അങ്ങനെ പേന എടുത്ത് ഒന്ന് ചെറുതായതുകൊണ്ടാണ് കേട്ടോ അങ്ങനെ തെളിയാതെ വന്നത്. അപ്പൊ പേനയുടെ സൈസ് നിങ്ങൾക്ക് മാറ്റാൻ പറ്റും. ഈ സൈഡ് ഞെക്കിയാൽ പേനയുടെ സൈസ് മാറും. കണ്ടോ? എൻ്റെ ഫോൺ ഇച്ചിരി സ്ലോ ആയതുകൊണ്ടാണ്. ഇല്ലെങ്കിൽ നമുക്ക് കറക്റ്റ് സൈൻ അങ്ങനെ കിട്ടും. ഒരു വ്യത്യാസവും വരത്തില്ല. നമ്മൾ എങ്ങനെ പേന കൊണ്ടിടുന്നോ ഇതിനകത്ത് കുറച്ച് മെമ്മറി നിറഞ്ഞു കിടക്കുന്നതുകൊണ്ടാണ് അത് ലോഡാവാൻ ഇച്ചിരി താമസമുണ്ട്. നിങ്ങളുടെ ഫോണിലാണെങ്കിൽ പെട്ടെന്ന് അത് റെഡിയാക്കാൻ പറ്റും.
എന്നിട്ട് നമ്മൾ ഇത് പരിപാടി കഴിഞ്ഞെങ്കിൽ ഇവിടെ സീല് നമ്മൾ ഓൾറെഡി ഇതുപോലെ ഫോട്ടോ എടുത്ത് ബാക്ക്ഗ്രൗണ്ട് കളഞ്ഞിട്ട് ഒരു സീലിട്ട് അപ്ലോഡ് കിടന്നു കഴിഞ്ഞാൽ അത് അവിടെ കിടന്നുള്ളൂ. ആവശ്യ സമയത്തെല്ലാം നമുക്കത് ഉപയോഗിക്കാം. എന്നിട്ട് ആ സീലും എടുക്കുക. എന്നിട്ട് കഴിഞ്ഞെങ്കിൽ തൊട്ട് മുകളിൽ താണ്ട് ഷെയർ കിടപ്പുണ്ട്. ഡൗൺലോഡ് ആണെങ്കിൽ ഇത് കിടപ്പുണ്ട്. ഇത് ഈ താഴോട്ടുള്ള ആരോ നിങ്ങൾ ഞെക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഫോണിൽ കിടക്കും. മുകളിലോട്ടുള്ളതാണെങ്കിൽ ഫോണിലും കിടക്കും. അതേ സമയത്ത് തന്നെ നമുക്ക് ഷെയറും ചെയ്യാം. താണ്ട് വാട്സാപ്പ് വന്നു കഴിഞ്ഞു. കറണ്ട് പേജാണ് എനിക്ക് വേണ്ടുന്നത്. ഓൾറെഡി താണ്ട് സേവ് ആവുകയാണ്. എനിക്കൊരു ഇച്ചിരി സ്ലോ ആയതുകൊണ്ട്, ഇല്ലെങ്കിൽ വളരെ പെട്ടെന്ന് നിങ്ങളുടെ ഫോൺ വളരെ പെട്ടെന്നാവും. സെൻഡ് ടു ഓപ്ഷൻ വന്നു കഴിഞ്ഞു. ഞാൻ നമുക്ക് സൈൻ ശരിയായില്ല, ഒന്ന് ഇറേസ് ചെയ്യണമെങ്കിലോ? ഇറേസ് ചെയ്യണമെങ്കിൽ ജസ്റ്റ് അവിടെ ഇറേസിംഗിന്റെ ഓപ്ഷൻ കിടപ്പുണ്ടല്ലോ. ആ പേന എടുക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ അച്ഛൻ അണ്ടും അങ്ങ് ഞെക്കിയാൽ മതി. അതങ്ങ് മാറിക്കോളും. അല്ലെങ്കിൽ തൊട്ട് താഴെ അതിന്റെ ആ പേനയുടെ തൊട്ടിപ്പുറത്തായിട്ട് ഒരു റോസ് ഒരു പീച്ച് കളറിൽ ഒരു റബ്ബർ ഒരു ഇറേസറിന്റെ പടം ഉണ്ട്. അത് ഞെക്കിയാൽ മതി. ദാണ്ടേ ഞാൻ ഒന്നുകൂടെ കാണിക്കാൻ വേണമെങ്കിൽ ദാണ്ടേ അത് ഞെക്കുന്നു. ഞാൻ ദാണ്ടേ ഒന്നുകൂടെ സൈൻ ചെയ്യുകയാണ്. സെലക്ട് ചെയ്യണം. സെലക്ട് ചെയ്താലേ വരത്തോളേ. ഇറേസ് ചെയ്യണമെങ്കിൽ അതിൻ്റെ ഇവിടെ ഒരു ഇറേസർ കിടപ്പുണ്ട്. പോയി. ഇനി ഇത് നമുക്ക് വേണമെങ്കിൽ ജസ്റ്റ് അണ്ടു ഞെക്കി കഴിഞ്ഞാൽ, റീഡ് ഞെക്കി കഴിഞ്ഞാൽ സംഗതി റെഡി. സിഗ്നേച്ചർ ഈ ഫോട്ടോ സീൽ എടുത്ത പോലെ തന്നെ ഫോട്ടോ എടുത്തിട്ട് അതായിരിക്കും കുറച്ചുകൂടെ എളുപ്പം. നമുക്ക് അത് ഉപയോഗിക്കാം. അത് തന്നെ ഉപയോഗിക്കാൻ പറ്റും. കറക്റ്റ്. ഞാനത് അത് ആ സാധനം നമുക്ക് ഇതുപോലെ ഉപയോഗിക്കാനായിട്ട് പറ്റും. അത് നമുക്ക് ഈ വൈറ്റ് ഫോട്ടോ ആണ് നിങ്ങൾ ഉപയോഗിക്കുന്നതെങ്കിൽ അതെടുത്ത് അങ്ങോട്ട് വെച്ചാൽ മാത്രം മതി. നിങ്ങൾക്ക് സാധനം റെഡി. അപ്പൊ ഇത്രയാണ് നമ്മുടെ ക്യാൻവയായിട്ടുള്ള ബേസിക് സാധനങ്ങൾ. ഇത്രയാണ് നമുക്ക്. നിങ്ങൾ ഇനിയിപ്പോ ചെയ്യേണ്ടത് ഇത് ചെയ്തു പഠിക്കുക എന്നുള്ളതാണ്. ചെയ്ത് നമ്മൾ എന്നാലും മാത്രമേ നമ്മൾ പഠിക്കത്തുള്ളൂ. നമ്മൾ കണ്ടോണ്ടിരുന്ന ഒരിക്കലും നമുക്കിത് പഠിച്ചെടുക്കാനായിട്ട് പറ്റത്തില്ല. ഏത് സാധനം അച്ഛന്മാർക്ക് എന്തെങ്കിലും ഒരു ആവശ്യം ഒന്ന് പറയാമോ? ഞാൻ ജസ്റ്റ് ഏതെങ്കിലും ഒരു സാധനം ഒന്ന് പറയാമോ? നിങ്ങൾക്ക് സംശയങ്ങൾ വല്ലതും ഉണ്ടെങ്കിൽ. പിന്നെ ഒരു സാധനം വേണം. ഇനി ഞാനൊരു കാര്യം പറയാൻ മറന്നുപോയി. PPT. നിങ്ങൾക്ക് PPT നമുക്ക് വളരെ ആവശ്യമാണ്. നമുക്ക് പ്രസംഗത്തിന്റെ സെർമൺ പോയിന്റ്സ് പ്രൊജക്റ്റിൽ കാണിക്കണമെങ്കിൽ ഇതാ നമ്മുടെ ടെംപ്ലേറ്റ് എടുത്തു. മിക്കവാറുള്ള അച്ഛന്മാരൊക്കെ ഇത് ചെയ്യുന്നതാ. PPT ഒന്ന് സാധനം. ഈ സാധനം അങ്ങോട്ട് എടുക്കുക. ഏറ്റവും സ്റ്റാൻഡേർഡ് സ്റ്റൈലിലുള്ള PPT ആണ് നമുക്ക് കിട്ടുന്നത്. എൻ്റെ ഫോൺ ലോഡ് ആവാൻ ഒരു ഇച്ചിരി സമയം എടുക്കുക. ചുമ്മാ ക്ഷമിക്കണം. അതാണ്ട് അപ്പോൾ ഓരോരോ PPT ആണ്. ഇത് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ നമ്മുടെ പ്രസംഗത്തിന്റെ പേരാണെങ്കിൽ ഇതാ ഇവിടെ പേര് കൊടുക്കാം. എന്നിട്ട് അടുത്ത PPT എടുക്കാനായിട്ട് ഇവിടെ നമുക്ക് ഫോട്ടോ ഒക്കെ മാറ്റാം. അടുത്ത PPT എടുക്കാനായിട്ട് ജസ്റ്റ് കൈ കൊണ്ട് ഇങ്ങനെ ഒന്ന് തള്ളി വിട്ടാൽ മതി. അടുത്ത PPT വന്നു കഴിയും. ഉണ്ടോ? ഇങ്ങനെ തള്ളി വിട്ട് കഴിഞ്ഞാൽ PPTകൾ അതുമായിട്ട് ബന്ധപ്പെട്ട PPTകൾ വരും. അത് നമ്മുടെ രീതിക്ക് അനുസരിച്ച് അവർ വിഷൻ നമ്മുടെ രീതിക്ക് അനുസരിച്ച് നമുക്ക് അങ്ങോട്ടോ ഇങ്ങോട്ടൊക്കെ ചേഞ്ച് ചെയ്യാൻ പറ്റും. അത് കഴിഞ്ഞിട്ട് ഞാനിപ്പോൾ ഇത്രയും സ്ലൈഡാണ് ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത്. ഇതാണ്ട് താഴെ നമുക്ക് ഞാൻ ഉപയോഗിച്ച സ്ലൈഡ് കാണാൻ പറ്റും. 1, 2, 3, 4, 5, 6, 7, 8, 9 ഇഷ്ടംപോലെ സ്ലൈഡ് കിടപ്പുണ്ട്. കണ്ടോ? അപ്പം എനിക്കിത് ഇത്രയും സ്ലൈഡാണ് എനിക്ക് വേണ്ടുന്നത്. പക്ഷെ എനിക്ക് 10 മതി. 11, 12 ഡിലീറ്റ് ചെയ്ത് കളയാം. ജസ്റ്റ് അത് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ താഴെ ഡിലീറ്റ് ഓപ്ഷൻ വരും. 11 എനിക്ക് വേണ്ട. അപ്പം ഞാൻ അതും ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. എന്നിട്ട് ജസ്റ്റ് ഇങ്ങനെ 2 കൈ കൊണ്ട് ഇങ്ങനെ ഒന്നാക്കി കഴിഞ്ഞാൽ ആ PPT കംപ്ലീറ്റ് ഇവിടെ വരും. എന്നിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത്? തൊട്ട് മുകളിൽ ഷെയർ ഓപ്ഷൻ എടുക്കുക. ഡൗൺലോഡ് അടിക്കുക. PDF സ്റ്റാൻഡേർഡ്. നമുക്ക് PDF സ്റ്റാൻഡേർഡിലോ അല്ലെങ്കിൽ PDF സ്റ്റാൻഡേർഡിൽ എടുത്താൽ മതി. അതായിരിക്കും എളുപ്പം. അടിച്ചു കഴിഞ്ഞു. പേജസ് 1 to 10 ഡൗൺലോഡ് ചെയ്യുന്നു. നിമിഷ നേരം കൊണ്ട് ഒരു PPT റെഡി. നമ്മളൊരു ഫംഗ്ഷന് പോവുകയാണ്, അല്ലെ നമ്മളൊരു മീറ്റിങ്ങിന് പോവുകയാണ്. PPT നമുക്ക് 1 മണിക്കൂർ സമയം കിട്ടിയുള്ളൂ. സുഖമായിട്ട് നമുക്ക് PPT അരമണിക്കൂർ കൊണ്ട് റെഡിയാക്കാം. നമ്മളോട് പഠിച്ച പ്രസംഗം കുറച്ചുകൂടെ എഫക്റ്റീവായിട്ട് നമുക്ക് അവതരിപ്പിക്കാനായിട്ട് പോകും. വളരെ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള PPT. നമ്മളൊരു PPT ഉണ്ടാക്കണമെങ്കിൽ എന്ത് കഷ്ടപ്പാടാണ്. പക്ഷേ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള PPTകൾ നമുക്ക് റെഡി.
എനിക്ക് നെറ്റിന്റെ ഒരു പ്രോബ്ലം ഉള്ളത് കൊണ്ടാണ്. PPT ടീം ബേസ്ഡ് ആയിട്ട് കിട്ടുമോ? കിട്ടും അച്ഛാ, കിട്ടും. എന്തുവാ അച്ഛന് തീം, എന്തുവാ ഇപ്പൊ തീം, നമ്മൾ എന്താണ് തീം വേണ്ടുന്നത് ആ തീം നമുക്ക് അടിച്ചു കൊടുത്താൽ മതി. തീം എന്ന് പറഞ്ഞാൽ അങ്ങനെ കിട്ടത്തില്ല. ഇപ്പൊ ഞാൻ ഒരു ഉദാഹരണം ഞാൻ കാണിച്ചു തരാം. PPT ഒന്ന് പറയാമോ? എന്തെങ്കിലും ഒരു ക്രിസ്ത്യൻ, ഞാനൊരു ക്രിസ്ത്യൻ എന്നടിക്കുകയാണ്, അല്ലെ ക്രിസ്ത്യൻ PPT എന്നടിച്ചാൽ മതി. എന്നടിച്ചു കഴിഞ്ഞാൽ കണ്ടോ, ഇതുമായിട്ട് ബന്ധപ്പെട്ട PPTകളായിരിക്കും പിന്നെ നിങ്ങൾക്ക് വരുന്നത്. ഇപ്പൊ ലെൻഡ് എന്നൊരു സാധനമാണ്. അടിച്ചു കഴിഞ്ഞാൽ അതിന്റെ ബാക്ക്ഗ്രൗണ്ട് വരുന്ന പടങ്ങളും ഒക്കെ അതുമായിട്ട് ബന്ധപ്പെടുന്ന സാധനങ്ങളെ വരത്തുള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾക്ക് അത് വേണ്ടെങ്കിൽ നിങ്ങൾ നേരെ നമ്മുടെ പിൻട്രസ്റ്റിൽ പോവുക. പിൻട്രസ്റ്റിൽ പോയിട്ട് PPT എന്ന് അടിച്ചു കഴിഞ്ഞാൽ 100 കണക്കിന് PPTക്ക് ഉപയോഗിക്കാൻ പറ്റിയ ഇമേജസ് പിൻട്രസ്റ്റിലുണ്ട്. ഞാൻ കാണിച്ചു തരാം. എന്താണ്ട് പിൻട്രസ്റ്റ് എടുക്കുക, PPT ക്രിസ്ത്യൻ അടിച്ചു കഴിഞ്ഞാൽ, എല്ലാം ക്രിസ്ത്യൻ അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് സാധനം അപ്പം തന്നെ വരും. വേണ്ട PPT സ്റ്റൈലുള്ളത് കണ്ടോ, നമുക്കിതെല്ലാം ഉപയോഗിക്കാം. ഇതാ, അപ്പൊ ഞാൻ ഇതങ്ങ് സെലക്ട് ചെയ്യാന്ന് വിചാരിച്ചു. ഞാനിത് ഡൗൺലോഡ് ചെയ്തു. എന്നിട്ട് ഞാൻ ബാക്ക്ഗ്രൗണ്ടിൽ പോയി ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് മാറ്റുക. എന്നിട്ട് ഇതിലൊന്ന് ക്ലിക്ക് ചെയ്തിട്ട് റീപ്ലേസ് അങ്ങോട്ട് അടിച്ചു കഴിഞ്ഞിട്ട് ഞാനിത് അങ്ങിട്ട് കഴിഞ്ഞാൽ റെഡി. ലെൻഡ് വന്നു കഴിഞ്ഞു. ഇങ്ങനെ നമുക്ക് നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് PPT. എന്നാൽ ഇതിനൊന്നും ഒട്ടും സമയം എടുക്കത്തില്ല. ഇനി നമുക്ക് ഈ ക്രോസിനനുസരിച്ച് നമ്മുടെ ഈ ഫോണ്ട് ഇതുമായിട്ട് ചേർന്ന് നിൽക്കുന്ന രീതിയിൽ വേണമെങ്കിൽ ആ ഫോണ്ട് മാറ്റാം. വിജയിച്ച മനസ്സിലായോ? മനസ്സിലായി സാർ. അപ്പൊ ഇത്രയാണ് നമ്മുടെ തീമൊക്കെ അടിച്ചു കൊടുത്താൽ ആ രീതിയിലുള്ള റെഡി, സംഗതി റെഡി. അത് ഇപ്പൊ എത്ര നേരം എടുക്കും? നമ്മൾ ഒരു 5 സ്ലൈഡ് ഒക്കെ എടുക്കാനായിട്ട് നമുക്ക് ഒരു 5 മിനിറ്റ് പോലും എടുക്കത്തില്ല. നമ്മൾ ഓൾറെഡി പേന കൊണ്ടല്ല നമ്മൾ എഴുതി വെച്ചേക്കാണെങ്കിൽ അത് അങ്ങോട്ട് ഇടുക. അടുത്ത ഇങ്ങനെ അങ്ങോട്ട് നീക്കി കഴിഞ്ഞാൽ അടുത്തത് എടുക്കുന്നു. ഞാൻ അടുത്ത പടം എടുക്കുന്നു, ഇഷ്ടമുള്ളൊരു പടം. ഞാനിപ്പോ ഈ പടം എടുക്കുകയാണ്. ഈ പടം എടുക്കുന്നു, ബാക്ക്ഗ്രൗണ്ടിൽ പടം വന്നു കഴിഞ്ഞു. അപ്പൊ പടം അങ്ങ് മുകളിൽ കയറിപ്പോയി. അപ്പൊ ഞാൻ എന്താ ചെയ്യേണ്ടത്? താഴെ വരുന്നു, ക്രോപ്പ്. ഇങ്ങനെ നോക്കുമ്പോൾ ക്രോപ്പ് കാണാം. ആ ക്രോപ്പ് വെച്ച് ഞാൻ ആ പടം എൻ്റെ ആവശ്യത്തിനനുസരിച്ച് സെറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇത്രയേ ഉള്ളൂ. ഡെഫിനിഷൻ ഓഫ് ലെൻഡ്. നല്ല സ്റ്റാൻഡേർഡ് ഫോണ്ടുകളാണ് അവർ. അതാണ് ഏറ്റവും നമുക്ക് ഇതിന്റെ ഒരു പ്രത്യേകത. സ്റ്റാൻഡേർഡ് ഫോണ്ടുകളാണ്. ഫോണ്ട് സ്റ്റൈൽസ് ഒക്കെ ഏറ്റവും സ്റ്റാൻഡേർഡ് രീതിയിലാണ് വരുന്നത്. നമ്മളൊരു PPT ഉണ്ടാക്കുമ്പോൾ ചിലപ്പോൾ ചിലതൊക്കെ കണ്ടാൽ നമുക്ക് ദാരിദ്ര്യം തോന്നും. പക്ഷെ ഏറ്റവും സ്റ്റാൻഡേർഡ് ഫോണ്ടുകൾ, ആ ഫോണ്ട് കാണുമ്പോൾ തന്നെ, ആ PPTയുടെ പ്രസന്റേഷൻ കാണുമ്പോൾ തന്നെ നമ്മുടെ സംഗതി അങ്ങ് മാറും. അപ്പൊ അതുകൊണ്ട് ഇതിന്റെ PPT നിങ്ങൾ പരമാവധി യൂസ് ചെയ്യുക കേട്ടോ. ഇന്നിപ്പോ രാവിലെ എനിക്കൊരു പരിപാടി ഉണ്ടായിരുന്നു. ഞാൻ 10 മിനിറ്റ് കൊണ്ടാണ് രാവിലെ ആ PPT തയ്യാറാക്കി വിട്ടത്. അവിടെ ഇരുന്നുകൊണ്ട് തന്നെ കറക്ഷൻസ് എനിക്ക് വരുത്താൻ പറ്റും. മറ്റേ നമ്മൾ ലാപ്ടോപ്പ് തുറന്ന് ഒരു ചടങ്ങാം. ഇതാണെങ്കിൽ റെഡി. ഇത്രയും PPT നമുക്കുണ്ട്. ഞാൻ ഉടനെ അത് ഡൗൺലോഡ് ചെയ്തു, ഷെയർ ചെയ്തു, PDF സ്റ്റാൻഡേർഡ് വിടുക. PPT ആയിട്ട് തന്നെ ഷെയർ ചെയ്യാൻ പറ്റുമോ? പറ്റും. അതെങ്ങനെ ഓപ്ഷനാണ്? മൈക്രോസോഫ്റ്റ് പവർ പോയിന്റ് ഡോക്യുമെന്റ് നടക്കുന്നുണ്ടോ? നിങ്ങൾ അത് ജസ്റ്റ് അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് അങ്ങനെ തന്നെ പോകും. പിന്നെ നമുക്ക് നീക്കാം. നിങ്ങൾ നമ്മുടെ പ്രൊജക്ടറിൽ പോയിട്ട് നമ്മള് ലാപ്പിൽ നെക്സ്റ്റ് അടിച്ചു കഴിഞ്ഞാൽ അതങ്ങ് പൊക്കോളും. ഇപ്പൊ ഞാനൊന്ന് കാണിക്കാം. ഇതിപ്പോ സേവ് ചെയ്തിട്ട് ഞാൻ കാണിച്ചു തരാം. ഇതിപ്പോ ഞാൻ സേവ് ആവുകയാണ്. സേവ് ആവാൻ എനിക്ക് ഇച്ചിരി സ്പേസ് കുറവാണ്. അതുകൊണ്ടാണ് ഇത്രയും സമയം എടുക്കുന്നത്. നിങ്ങളുടെ ഫോണിൽ അത്രയും ഞാൻ ഷെയർ ചെയ്യുകയാണ്. ഞാൻ ഒരാൾക്ക് വാട്സാപ്പിൽ അയച്ചു കൊടുത്തിട്ട് പറയുന്നത് പെട്ടെന്ന് ഈ PPT ചെക്ക് ചെയ്യാൻ പറയുക, ഇത് വർക്ക് ആവുമെന്ന്. ഉടനെ അയാൾക്ക് ഞാൻ അയച്ചു കൊടുക്കുന്നു. ഇത്ര പെട്ടെന്ന് ഒരു PPT അയാൾക്ക് ചെന്നത്. ഒന്ന് ഡൗൺലോഡ് ആയിക്കോട്ടെ. ഇന്നിപ്പോ ഞാൻ ചെയ്ത ഇന്നൊരു പരിപാടിയോട് ബന്ധപ്പെട്ട് പെട്ടെന്ന് ഒരു VBSന്റെ ഒരു PPT അത് രാവിലെ പെട്ടെന്ന് റെഡിയാക്കി. അത് നമുക്ക് ഇഷ്ടപ്പെട്ട ഫോണ്ടുകളൊക്കെ നമുക്ക് അതിനകത്ത് ഉപയോഗിക്കാം. ഇഷ്ടപ്പെട്ട ബാക്ക്ഗ്രൗണ്ട് അതിനകത്ത് ഉപയോഗിക്കാം. ഇങ്ങനെ കിട്ടും. നിങ്ങൾ നെക്സ്റ്റ് അടിച്ചു കഴിഞ്ഞാൽ ആ സാധനം അങ്ങ് പൊക്കോളും.
എനിക്കത് റീഡ് ചെയ്യാനുള്ള സംവിധാനം ഇല്ല. മനസ്സിലായല്ലോ? PPT നമുക്ക് മനസ്സിലായല്ലോ? നിങ്ങൾ മനസ്സിലായെന്ന് കരുതുന്നു. മറ്റെന്തെങ്കിലും ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട സംശയങ്ങൾ നമ്മൾ ചെയ്തു പഠിക്കുക എന്നുള്ളതാണ് അടുത്ത നമ്മുടെ. അപ്പൊ അതാണ്ട് ഈ ഒരു ആപ്പ് നിങ്ങൾക്ക് ഈ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട്, ക്യാൻവ ഫോർ പാസ്റ്ററൽ മിനിസ്ട്രി ബേസിക് ഡിസൈൻ ടിപ്സ് എന്ന് പറഞ്ഞ വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട്. നിങ്ങൾ എല്ലാവരും അതിൽ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്താൽ നിങ്ങൾ ചെയ്ത ഡിസൈൻസ് ഇങ്ങനെ ഇടാമെങ്കിൽ നമുക്ക് ഇത് പഠിക്കാനായിട്ട് പറ്റും. ദൈവം അനുവദിച്ചാൽ അത് മുന്നോട്ട് നമുക്ക് കൊണ്ടുപോകാം. നിങ്ങൾ ചെയ്ത ഡിസൈൻസ് നിങ്ങൾ അതിനകത്ത് ഇടുന്നു, അപ്പോൾ നമ്മൾ കറക്ഷൻസ് പറയുന്നു, ബാക്കിയുള്ളവർക്കൂടെ ആ ഡിസൈൻസ് കാണാനായിട്ട് പറ്റും. അതാണ് അതിന്റെ പ്രത്യേകത. അത് മാത്രമല്ല, എവിടെ ഡിസൈൻ കണ്ടാലും ഇപ്പൊ നമ്മളൊരു ബുക്ക്, ഇപ്പൊ നമ്മുടെ താരക നമ്മുടെ മുന്നിൽ വന്നു, അപ്പൊ നോക്ക് അതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന ഫോണ്ടുകൾ, അതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന പാറ്റേൺസ് എങ്ങനെയാണ്. അതാണ്ട് ഇതിപ്പോ പച്ചയാണ് ഇവിടെ ഇതിന്റെ, അപ്പൊ ഇതിനകത്ത് ഈ ഹരിതസഭ. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള ചില ടിപ്സുകൾ നമ്മൾ പഠിച്ചെടുക്കണം. അത് വളരെ പ്രധാനം. നമ്മൾ വളരെ ഒബ്സർവൻ്റ് ആയിരിക്കണം. ഡിസൈനിങ് പഠിക്കുന്ന ആളുകൾ എല്ലാവരും ഒബ്സർവൻ്റ് ആയിരിക്കണം. അത് വളരെ പ്രധാനമാണ്. ഇപ്പൊ ഞാൻ ഭദ്രാസന അസംബ്ലി എന്നൊരു സാധനം, അതിനകത്ത് ഇട്ടേക്കുന്ന ഫോണ്ടുകൾ ഈ കളറാണ് ഈ ഫോണ്ടുകൾ കൊടുത്തിരിക്കുന്നത്. ഒരുപാട് കളേഴ്സ് ഇല്ല. പരമാവധി നമ്മുടെ ചിന്തയുണ്ട്, ഒരുപാട് കളറുകൾ വാരി എറിയുന്നതാണ് ഡിസൈൻ. ഒരിക്കലും ഇപ്പോഴത്തെ റീസെന്റ് ഡിസൈനിങ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ നോക്കിയാൽ മതി, അതിനകത്ത് ഒരുപാട് കളേഴ്സ് ഇല്ല, 2 or 3 കളേഴ്സ് മാക്സിമം. ഇനി ഞാൻ എൻ്റെ പ്രോയിൽ ഉപയോഗിക്കുന്ന ചില സാധനങ്ങൾ, ഇപ്പം നമ്മൾ ക്യാൻവ ഒട്ടും അറിയാത്തവർ അത് ഉപയോഗിക്കാതിരിക്കുന്നതായിരിക്കും നല്ലത്. എന്നാൽ ഒരു 6 മാസമൊക്കെ നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ പ്രോ ഉപയോഗിക്കാനായിട്ട് പറ്റും. അങ്ങനെ പ്രോ ഉപയോഗിക്കാൻ താല്പര്യപ്പെടുന്നവരുണ്ടെങ്കിൽ എന്നോട് പിന്നെ പറഞ്ഞാൽ മതി. ഞാനൊന്ന് കാണിച്ചു തരാം. ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന, ഞാൻ ചെയ്ത ഡിസൈൻസ് നിങ്ങളെ ഒന്ന് കാണിച്ചു തരാം. ഞാനൊന്ന് സ്വിച്ച് ചെയ്യുകയാണേ. ഒരുപാട് വേർഷൻസ് ഞാൻ ഉപയോഗിക്കുന്ന വേർഷൻസ് ആണ്. ഇപ്പൊ ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത് പ്രോ 2024 എന്നൊരു സാധനമാണ് ഞാൻ ഇപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതാണ് എൻ്റെ ക്യാൻവയുടെ വിൻഡോ. ഇങ്ങനെയാണ് ഞാൻ ചെയ്ത ഡിസൈൻസ്. പള്ളിക്ക് വേണ്ടിയിട്ട് നമ്മൾ ചെയ്ത ഡിസൈൻസ്, മറ്റ് നമ്മുടെ സ്ഥാപനങ്ങൾക്ക് വേണ്ടിയിട്ടോ നമ്മുടെ ഏതെങ്കിലും പിന്നെ സംഘടനകൾക്ക് വേണ്ടിയിട്ടോ ഒക്കെ ചെയ്ത ഡിസൈൻസ് ഒരുപാട് നിങ്ങൾക്ക്. ഇതിപ്പോൾ എൻ്റെ പള്ളിക്ക് വേണ്ടി ലാസ്റ്റ് ഞാൻ ഇതിപ്പോൾ നമ്മുടെ ഒരു അച്ഛന് വേണ്ടിയിട്ട് ഒരു ബുക്ക് ചെയ്തതിൻ്റെയാണ്. എൻ്റെ പള്ളിയുടെ ഈ ത്രോണോസിന്റെ ഒരു കൂതാശ ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ റീസെന്റ് ആയിട്ട് ചെയ്ത ഡിസൈൻ മെത്രാപ്പോലിത്തയുടെ ഒരു ഡിസൈനാണ്. വിശുദ്ധ ത്രോണോസ് പുനഃപ്രതിഷ്ഠയും വിശുദ്ധ കുർബാനയും. ഇനി ഞാൻ നിങ്ങൾക്ക് ഒരു കാര്യം കൂടെ പറഞ്ഞുതരാം. മലയാളത്തെ പറ്റി ഞാൻ പറഞ്ഞിരുന്നില്ല, അതുകൂടെ ഞാനൊന്ന് പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം. ഇത് ലാസ്റ്റ് നമ്മുടെ മദേഴ്സ് ഡേക്ക് വേണ്ടിയിട്ട് ചെറിയ കാർഡ് യുനെസെക്കും ചെയ്തു. അപ്പം അത് നമുക്ക് വീട്ടിൽ ഇരുന്നുകൊണ്ട് തന്നെ ചെയ്യാം. ഒരിക്കലും നമ്മൾ പോയൊരു ഡിസൈനറിന്റെ അടുത്ത് പോയിരിക്കേണ്ട കാര്യമില്ല. അതാണ് ഇങ്ങനെ ഒരു ചെറിയ കാർഡ് ആളുകൾക്ക്, സ്ത്രീകൾക്ക് എല്ലാവർക്കും കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു സാധനം ഇങ്ങനെ ചെയ്തത്. ഇതിപ്പം ഫാദേഴ്സ് ഡേ വരുന്നുണ്ട് ജൂൺ അടുത്ത ആഴ്ച. അപ്പൊ അതിന് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്ത് വെച്ചിരുന്ന സാധനമാണിത്. ഇങ്ങനെ നമുക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ ഏത് സാധനവും നമുക്ക് ചെയ്താൽ നമ്മളിങ്ങനെ പഠിക്കുന്നത്. ഞാനിനി മലയാളം കൂടെ കാണിച്ച് ഞാൻ അവസാനിപ്പിക്കാം. നിങ്ങളുടെ ഫോണിൽ മലയാളമുണ്ട്, അതിന് നമ്മൾ ചില പെൺകുട്ടികളുടെ പേരൊക്കെ നമ്മളൊന്ന് പഠിച്ചിരിക്കുന്നത് നല്ലതാണ്. മഞ്ചരി, ഞാൻ പഴയലോട്ടൊന്ന് പൊക്കോട്ടെ. നമുക്ക് ഇതിനകത്ത് ഒരു മലയാളം ഫോണ്ട്
ചെയ്യുന്നതിനെ പറ്റിയാണ് നമ്മളിപ്പോൾ നോക്കാൻ പോകുന്നത്. എങ്ങനെയാണ് മലയാളം നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ട്രയൽ വേർഷൻ കൊണ്ട് എങ്ങനെയാണ് പെട്ടെന്ന് ഒരു മലയാളം ചെയ്തെടുക്കാൻ പറ്റുക. അതിനും സംവിധാനമുണ്ട്. ഇപ്പം ലെൻഡ് എന്നുള്ള സ്ഥലത്ത് നിങ്ങൾക്ക് നോമ്പ് എന്നാണ് ഇടേണ്ടത്. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാമോ? അതിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മൾ നേരത്തെ ചെയ്യുന്ന പോലെ തന്നെ ഫോണ്ട് എടുക്കുക. തൊട്ട് മുകളിൽ ആ ആരോ മാർക്ക് സെലക്ട് ചെയ്യുമ്പോൾ മഞ്ചരി എന്ന് നടിച്ചാൽ ഒരു മഞ്ചരിയുടെ ഫോണ്ടുണ്ട്. എന്നിട്ട് നമ്മൾ ഇപ്പോൾ ആ മഞ്ചരിയുടെ ഫോണ്ടാണ് വന്നിരിക്കുന്നത്. അപ്പം ഞാൻ എൻ്റെ കീബോർഡ് ഒന്ന് മാറ്റി നോമ്പ് എന്നാക്കി. ഞാൻ ഇതിനെ ഇനി മഞ്ചരി ഫോണ്ടിലോട്ട് മാറ്റുക. ഞെക്കിക്കഴിഞ്ഞാൽ മഞ്ചരിയുടെ ഫോണ്ടിലോട്ട് ഇതിനെ മാറി. കണ്ടോ നിങ്ങൾക്ക്? എന്നിട്ട് ഇതിൻ്റെ ഇപ്പോൾ ഈ നോ ഗ്യാപ്പ് ഉണ്ട്, ഒരുപാട് ഗ്യാപ്പ് കിടപ്പുണ്ട്. അപ്പോൾ നമ്മൾ എന്തോ ചെയ്യേണ്ടത്? അഡ്വാൻസ്ഡ് വരുന്നു, ലെറ്റർ സ്പേസിങ് ഇതാണ്ട്, അതിനെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുമ്പോഴത്തേക്കും നോമ്പ് റെഡി. അപ്പോൾ അതിൻ്റെ തൊട്ട് താഴെ വിശുദ്ധ നോമ്പ് ചിന്തകൾ എന്നടിക്കുക. നിങ്ങൾ ഗൂഗിൾ ജീബോർഡ് ഉപയോഗിച്ചാൽ വളരെ എളുപ്പത്തിൽ നമുക്ക് നമ്മുടെ ഈ കീബോർഡ് നിങ്ങളെല്ലാവരും പറ്റുന്നവര്, ഞാൻ ഗൂഗിൾ കീബോർഡാണ് ഉപയോഗിക്കുന്നത്, ഗൂഗിൾ ജീബോർഡാണ് ഉപയോഗിക്കുന്നത്. നോമ്പ് ചിന്തകൾ. പ്രോ വേർഷൻസ് ഒക്കെ ഉപയോഗിക്കുന്നവർക്ക് ഇഷ്ടം പോലെ മറ്റ് മലയാള ഫോണ്ടുകളും കിട്ടും. ഇത്രയേ ഉള്ളൂ. മലയാള സംശയം ഉണ്ടോ നിങ്ങൾക്ക്? വേറെ മലയാളം ഫോണ്ടുകളുണ്ടോ? ഉണ്ടച്ച. നമ്മള് അത് ഞാനത് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മുടെ സോനു വച്ച ജിജോ വച്ച നമ്മുടെ ട്രയലിനകത്ത് ഉപയോഗിക്കുന്ന മലയാള ഫോണ്ടുകൾ ഓർക്കുന്നോ? ജസ്റ്റ് നിങ്ങൾ ഞാന് മലയാളം അങ്ങനെ ഉപയോഗിക്കാറില്ല. ഉപയോഗിക്കാറില്ല. ഞാനിപ്പോ പറയാം. ഞാനിവിടെ എഴുതി വെച്ചിട്ടുണ്ട്. MLU ഫോണ്ടുകൾ അവൈലബിൾ ആണോ നോക്കാം. MLU പക്ഷെ അല്ല നമ്മുടെ ഇതിനകത്ത് MLU ഫോണ്ടുകൾ കിട്ടുമെന്ന് എനിക്ക് അറിയത്തില്ല അച്ഛാ. ഇത് നമ്മുടെ ട്രയൽ വേർഷൻ അല്ലേ പ്രിൻസ് അച്ഛാ? എനിക്ക് തോന്നുന്നു ഇതിനകത്ത് നോട്ടോ ഷെറീഫും നോട്ടോ സാൻസും കിട്ടുമെന്ന് തോന്നുന്നു. ഓക്കെ ട്രയൽ വേർഷൻ. നോട്ടോ ഷെറീഫ് മലയാളം ഉണ്ട്. യെസ്. ഓക്കെ. ഇതിനകത്ത് മലയാളം ഉണ്ടല്ലേ? നോട്ടോ ഷെറീഫ് മലയാളം ഉണ്ടല്ലേ? എനിക്ക് സംശയം ഉണ്ട് അച്ഛാ. 2-3 പെമ്പിള്ളാരുടെ പേരായിരുന്നു, മഞ്ചരി, അങ്ങനെ കുറെ പേരുകൾ ഞാനതൊക്കെ മറന്നു. ജസ്റ്റ് നിങ്ങൾ ആരെങ്കിലും നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ, നിങ്ങളുടെ കയ്യിൽ ഈ നമ്മുടെ ജെമിനി ഉണ്ടെങ്കിൽ ഒന്ന് നോക്കാമോ സോനു വെച്ചാ? അപ്പൊ ആ ഫോണ്ടുകളുടെ പേരുകൾ കിട്ടും. അത്യാവശ്യമൊക്കെ നല്ല ഫോണ്ടുകൾ ഇതിനകത്തുണ്ട്. നമുക്ക് നമ്മുടെ സ്റ്റൈൽ അനുസരിച്ച്. പിന്നെ വലിയൊരു പ്രയോജനം, നമ്മൾ AI ചെയ്യുമ്പോൾ നമുക്ക് പൊട്ടിപ്പോകും. പക്ഷെ ഇതിനകത്ത് ഒരിക്കലും നമുക്ക് ഒരക്ഷരം പോലും പൊട്ടത്തില്ല. പച്ച മലയാളം നമുക്ക് അങ്ങനെ തന്നെ, ഒരക്ഷരം പോലും മുറിയുകയോ ചേർന്നിരിക്കുകയോ ചെയ്യത്തില്ല. മിക്കവാറും ഇപ്പം നിങ്ങൾ കാണുന്ന എല്ലാ AI പോസ്റ്ററുകളിലും അക്ഷരങ്ങൾ കാണത്തില്ല. അത് വലിയൊരു ഒരു പ്രശ്നമാണ്. പക്ഷേ നമ്മുടെ ആളുകൾക്ക് അതൊരു വിഷയമല്ലാത്തത് കൊണ്ട് നമ്മളത് ഷെയർ ചെയ്യുന്നു മാത്രമേ ഉള്ളൂ. എന്നാൽ അതൊന്നും ഒരു സ്റ്റാൻഡേർഡ് നമുക്ക് കരുതാൻ പറ്റത്തില്ല. പക്ഷേ ക്യാൻവയിൽ ഒരിക്കലും ഒരക്ഷരം പോലും മുറിഞ്ഞു പോവുകയോ പൊട്ടിപ്പോവുകയോ മിസ്സാവുകയോ ചെയ്യത്തില്ല. ഈവൻ നമ്മൾ അല്ലാതെ ടൈപ്പ് ചെയ്യുമ്പോൾ പോലും ചില അക്ഷരങ്ങൾ സപ്പോർട്ട് ചെയ്യും. പക്ഷേ ക്യാൻവയിൽ എല്ലാ അക്ഷരങ്ങളും നമുക്ക് സപ്പോർട്ട് ചെയ്യും. മഞ്ചരി, ഗായത്രി. അതെ. നിങ്ങൾ ജസ്റ്റ് നിങ്ങളുടെ ഫോണിലേ ഇങ്ങനെ നോമ്പെടുത്തിട്ട് ഈ ഫോണ്ട് എടുക്കുക. ഫോണ്ടിൽ നമ്മുടെ അച്ഛൻ പറഞ്ഞ പെമ്പിള്ളാരുടെ പേരുകൾ ഒന്ന് അടിക്കുക. ചിലങ്ക എന്ന് നടിച്ചാൽ CHI, അതൊക്കെ നമ്മൾ എഴുതി നമ്മൾ കുറച്ചുനാൾ ഡിസൈൻ ചെയ്ത് കഴിയുമ്പോൾ അതങ്ങ് പഠിച്ചോളും. ചിലങ്ക എന്നടിച്ചാൽ ചിലങ്ക വരുന്നില്ല കേട്ടോ. ഗായത്രി നോക്കാം. കാർത്തിക ഉണ്ട്. ഏതാച്ചാ? കാർത്തിക.
കാർത്തികേയൻ വന്നില്ല. പ്രോയിലേക്ക് കിട്ടത്തുള്ളൂ അച്ഛാ, മറ്റേതിൻ്റെ അകത്ത് കുറവാ. അതാ. പക്ഷെ നമുക്ക് ഇങ്ങനെയുള്ള ചില ഫോണുകൾ കിട്ടും. നിങ്ങൾക്ക് ഇനി ഇതൊന്നും ഇല്ലെങ്കിൽ പോലും നിങ്ങൾ അല്ലാതെ വെറുതെ ടൈപ്പ് ചെയ്താൽ പോലും ഒരു യൂണി സാധനം വരും. ഇങ്ങനെയുള്ള ഇതിനകത്ത് ഇപ്പൊ ചിലങ്ക നമുക്ക് എന്തായാലും, ചിലങ്ക എന്നല്ലേ ഞാൻ പറഞ്ഞു, ചിലങ്ക അല്ലല്ല മഞ്ചേരി നമുക്ക് എന്തായാലും കിട്ടും. തൽക്കാലം നമുക്ക് മലയാളമൊക്കെ നമുക്ക് അത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. എന്നാൽ പ്രോ ഉപയോഗിക്കുകയാണെങ്കിൽ ഇഷ്ടംപോലെ മലയാള ഫോൺസ് നമുക്ക് കിട്ടും. അപ്പൊ മലയാളം നിങ്ങൾക്ക് മനസ്സിലായി. ഇതുപോലെ തന്നെ നമുക്ക് ഇപ്പൊ നമ്മൾ ഒബിച്ചറി കാർഡ് ചെയ്യുമ്പോഴും ഈ ഫോണുകളൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും കേട്ടോ. അപ്പൊ ഇത്രയാണ് വേർഡിലെ ഡൗൺലോഡ് ചെയ്ത് ഫോൺ ആഡ് ചെയ്യാൻ പറ്റുമോ? അല്ലേ, ആഡ് ചെയ്യാൻ പറ്റും. ഗൂഗിൾ ഫോൺസ് നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ ഗൂഗിൾ ഫോൺസ് എന്ന് പറഞ്ഞ് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇഷ്ടംപോലെ ഗൂഗിൾ ഫോൺസ് ഉണ്ട്, അത് ഡൗൺലോഡ് ആവാൻ പറ്റും. അതൊക്കെ നമുക്ക് ചെയ്ത് ഇച്ചിരി പരിചയമുള്ള ആളുകൾക്ക് അത് പറ്റത്തുള്ളൂ. ഗൂഗിൾ ഫോൺസ് എന്ന് അടിച്ചു കഴിഞ്ഞാൽ ഇഷ്ടംപോലെ ഫോണ്ടുകളും, അത് നമുക്ക് ഓരോന്നോരോന്നിരുന്ന് ഡൗൺലോഡ് ചെയ്യാം. പിന്നെ വളരെ അത്യാവശ്യമുള്ള കാര്യം ക്ഷമയാണ്. ആദ്യ കാലങ്ങളിലൊക്കെ നമുക്ക് മണിക്കൂറുകൾ ഡിസൈൻ ചെയ്യുന്നവർക്ക് അറിയാം, നമ്മൾ ഇരുന്നാൽ സമയം പോകുന്ന അറിയത്തില്ല, അതുപോലെ സമയം അങ്ങ് പോകും. പക്ഷെ അത് ചെയ്ത് ആദ്യത്തെ ഒരു 2 ആഴ്ച കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വളരെ പെട്ടെന്ന് കാര്യങ്ങൾ ചെയ്ത് പോകാം. അച്ഛാ ഇത്രയാണ്. ഇനി എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ അച്ഛന്മാർക്ക് ചോദിക്കാം. എന്തെങ്കിലും അത്യാവശ്യം പെട്ടെന്ന് നമ്മൾ ചെയ്ത് പഠിക്കുക, അതാ പ്രധാനം. സമയം കിട്ടുമ്പോഴൊക്കെ നമ്മൾ ചെയ്ത് പഠിക്കുക. പിന്നെ സംശയം ഉണ്ടെങ്കിൽ മറ്റുള്ളവർക്കൊന്ന് പറഞ്ഞു കൊടുക്കുക ചെയ്താൽ നമ്മളത് പഠിച്ചോളും. നമ്മുടെ വാട്സാപ്പ് ഗ്രൂപ്പ് അതിനാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. നിങ്ങൾ ചുമ്മാ നിങ്ങൾ ഇടുന്ന അതിനകത്ത് വിഷമമൊന്നും വിചാരിക്കേണ്ട. നിങ്ങളുടെ പറ്റുന്ന പോസ്റ്റുകളൊക്കെ അത് ഷെയർ ചെയ്യുക. ഇപ്പൊ ഞാൻ ചെയ്ത സാധനമാണ് ഇത് നോക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അത് പ്രയോജനപ്പെടും. ഇപ്പോൾ എയുടെ ഒരു ചെറിയൊരു കോഴ്സ് ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ അതിനകത്ത് ആയിരക്കണക്കിന് ഡിസൈനേഴ്സ് ഉണ്ട്. അപ്പൊ അവർ ഇടുന്ന വർക്കുകൾ ഇങ്ങനെ ഇടും, എന്നിട്ട് ഇതിനകത്ത് കറക്ഷൻസ് പറയാം. അപ്പം നമ്മളെല്ലാവരും ഒരുമിച്ച് പഠിക്കും എന്ന് പറയുന്ന പോലെ നിങ്ങൾ ഇടുന്ന പോസ്റ്റേഴ്സ് ജസ്റ്റ് ഇതിനകത്ത് ഷെയർ ചെയ്യുക. അപ്പൊ എല്ലാവരും അത് ഒരുമിച്ച് പഠിക്കും. എല്ലാവരും സമയമുള്ളവരൊക്കെ അതൊന്ന് കാണും. അങ്ങനെയൊക്കെ നമുക്ക് നടക്കത്തുള്ളൂ. ഒരുമിച്ച് വളരണമെങ്കിൽ അതൊക്കെ പറ്റത്തുള്ളൂ. റൺസിയച്ചാ അതുപോലെ PDF ഇതിനകത്ത് അപ്ലോഡ് ചെയ്തിട്ട് എഡിറ്റ് ചെയ്യാൻ പറ്റുന്ന ഓപ്ഷനുണ്ട്. പറ്റും. ഇപ്പൊ ഞാൻ ഒരു ഉദാഹരണം ഒരു PDF ഫയൽ നിങ്ങളുടെ കയ്യിൽ ഇപ്പൊ PDF ഫയൽ കിട്ടുകയാണ്. PDF ഫയൽ കിട്ടുന്ന സമയത്ത് ഓപ്പൺ വിത്ത് എന്ന് വരുന്ന സമയത്ത് ക്യാൻവ നിങ്ങൾ ഡൗൺലോഡ് ചെയ്താൽ ക്യാൻവയും വരും. ഓപ്പൺ വിത്ത് ക്യാൻവ അടിച്ചു കഴിഞ്ഞാൽ ആ PDF സെയിം സാധനം നിങ്ങൾക്ക് നിങ്ങളുടെ ക്യാൻവയെ തന്നെ എഡിറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ അത് ഓപ്പൺ ചെയ്ത് വരുന്നത് ക്യാൻവയിലായിരിക്കും. നിങ്ങൾക്ക് ഈസി ആയിട്ട് ഫോണിൽ തന്നെ ആ PDF എഡിറ്റ് ചെയ്യാൻ പറ്റും, ഓപ്പൺ ഫയൽ ആണെങ്കിൽ. അങ്ങനെ എത്രയും യൂസർ ഫ്രണ്ട്ലി ആക്കാം അതുപോലെ യൂസർ ഫ്രണ്ട്ലി ആക്കിയാണ് ഈ ക്യാൻവ എന്ന് പറഞ്ഞ ആപ്പ് പ്രവർത്തിക്കുന്നത്. അതുകൊണ്ടാണ് ഒരു AI പോലും ഇതിനെ റീപ്ലേസ് ചെയ്യാൻ പറ്റാത്തത്. അതുകൊണ്ടാണ്. ഇത് നിങ്ങൾ നോക്കിയാൽ മതി. ഇത് തന്നെ ഇഷ്ടംപോലെ നമ്മുടെ വെബ്സൈറ്റ് ഈ സോഷ്യൽ മീഡിയക്ക് ഉപയോഗിക്കുന്ന തരത്തിലുള്ള പോസ്റ്റുകൾ, സൈസുകളൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. അനുസരിച്ചാൽ ഇത്രയാ നമുക്ക് പറയാനായിട്ടുള്ളത്. പിന്നെ ചുമ്മാ സംശയം വല്ലതും ഉണ്ടെങ്കിൽ നമ്മുടെ ഗ്രൂപ്പിൽ ഇട്ടാൽ മതി. iOS-ല് മഞ്ചരി കിട്ടത്തില്ല അച്ഛാ? കിട്ടുമായിരിക്കും. കിട്ടും അച്ഛാ, കിട്ടും. iOS ഇതിനകത്തൊന്നും വ്യത്യാസങ്ങൾ വരത്തില്ല. പക്ഷെ മഞ്ചരി അടിച്ചില്ലെങ്കിൽ പോലും നമ്മൾ അല്ലാതെ നിങ്ങൾ വെറുതെ മലയാളം അടിച്ചു കഴിഞ്ഞാൽ പോലും ഒരു യൂണിക്കോഡ് ഒരു ഫോണ്ട് കിട്ടും. ആ ഫോൺ നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഓക്കെ, താങ്ക് യു. നിങ്ങൾ ആ ഗ്രൂപ്പിൽ പറ്റുന്നവരൊക്കെ ഗ്രൂപ്പിൽ ഒന്ന് ആക്റ്റീവ് ആയി കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യുന്ന സാധനം ഇട്ട് കഴിഞ്ഞാൽ നമുക്കത് കറക്റ്റ് ചെയ്ത് പോകാം. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാനും ഞങ്ങൾ അറിയാം. ഇപ്പൊ ഇതിനകത്ത് എന്നെക്കാട്ടും നന്നായിട്ടൊക്കെ ഉപയോഗിക്കുന്ന ആളുകൾ ഈ വാട്സാപ്പ് ഗ്രൂപ്പ് ഈ ഗ്രൂപ്പിലുണ്ട്. നമുക്ക് എല്ലാവരും ഒന്ന് ചെക്ക് ചെയ്ത് കൃത്യമായിട്ട് മനസ്സിലാക്കാനായിട്ട് പറ്റും. ഈവൻ നമ്മുടെ ക്ലർജി കോൺഫറൻസിന് നമ്മൾ ഈ വലിയ സ്ക്രീന് കഴിഞ്ഞ പ്രാവശ്യം സ്ക്രീന് പോലും നമ്മൾ മൊബൈലിൽ ഇരുന്നുകൊണ്ടാണ് പെട്ടെന്ന് ആ സ്ക്രീനുകളെല്ലാം നമുക്ക് ജസ്റ്റ് നമ്മുടെ കയ്യിൽ കുഞ്ഞു മൊബൈൽ മതി അത്രയും വലിയ സ്ക്രീനിനകത്ത് എന്ത് വരണമെന്ന് തീരുമാനിക്കാൻ. 1 മിനിറ്റ് കൊണ്ട് നമുക്ക് അവിടെ നിന്ന് ഡിസൈൻ ചെയ്ത് നമുക്ക് വിടാം. ബാക്ക്ഗ്രൗണ്ട് കംപ്ലീറ്റ്. അപ്പൊ ഏത് രീതിയിൽ നമ്മളെ സഹായിക്കുന്ന ഒരു സാധനമാണ് ഈ ക്യാൻവ. ഒരാളുടെ പോലും ഇനി എലക്ഷൻ വരുന്ന സമയത്ത് നിങ്ങൾക്ക് ഇതിന്റെ കുറെ പ്രിന്റ് എടുക്കാൻ ആവശ്യം. ഞാൻ അതുകൂടെ ഒന്ന് പറഞ്ഞേക്കാം കേട്ടോ. നമുക്ക് പെട്ടെന്ന് കുറച്ച് സാധനങ്ങൾ പ്രിന്റ് വേണം. ഇപ്പോ പിന്നെ ബാലറ്റ് ബോക്സ് ഇരിക്കുന്ന സ്ഥലം എന്നുള്ളത് നിങ്ങൾ എഴുതി ഒട്ടിക്കണം. അല്ലെങ്കിൽ നിശബ്ദത പാലിക്കുക.
ഇതൊക്കെ നമ്മൾ കമ്പ്യൂട്ടർ ചെയ്യാൻ പോയി കഴിഞ്ഞാൽ നമുക്ക് ഒരു ദിവസത്തെ ചടങ്ങാണ്. അതിന് നിങ്ങൾ ചെയ്യേണ്ടത് സിമ്പിളായിട്ട് ടെംപ്ലേറ്റ്സ് എടുത്തിട്ട് ജസ്റ്റ് A4 എന്നൊന്ന് മാത്രം അടിച്ചാൽ മതി. അപ്പോൾ A4 സൈസ് പേപ്പർ, അങ്ങനെ ഫ്രീ ആയിട്ടുള്ള A4 സൈസ് പേപ്പർ, ഇത് നമുക്ക് വളരെയധികം സഹായിക്കും നമ്മളെ കേട്ടോ. ഈ ഒരു ഞാൻ പറയാൻ പോകുന്ന ടൂൾ അതും കൂടെ നോക്കിയിട്ട് പെട്ടെന്ന് നിർത്തിയേക്കാം. ക്രിയേറ്റ് ബ്ലാങ്ക്. അപ്പോൾ നമ്മുടെ കമ്പ്യൂട്ടറിൽ നമുക്കൊരു ഫോണ്ട് വലുതാക്കുന്നതിന് പരിമിതിയുണ്ട്. അതിനപ്പുറമായിട്ട് നമുക്ക് ചെയ്യാനായിട്ട് പറ്റത്തില്ല. എന്നാൽ നമ്മൾ ഇത് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒരു പരിമിതിയിൽ എത്ര വേണേൽ നമുക്ക് വലുതാക്കാം. അതാണ് നിങ്ങളുടെ ഉദാഹരണം ഞാൻ കൊണ്ടുവരാം. ഇതിപ്പോൾ ഒരു ബ്ലാങ്ക് ആയിട്ടുള്ള ഒരു സാധനമാണ്. ഞാനിപ്പോൾ ഇവിടെ ഒരു ഫോണ്ട് ആഡ് ചെയ്യാണ്. ഇപ്പോൾ നോ ഫോൺസ് എന്നൊരു സാധനം നിങ്ങൾക്ക് എഴുതി ഒട്ടിക്കണം. നിങ്ങളുടെ കയ്യിൽ ഫോൺ ഉണ്ടെങ്കിൽ പെട്ടെന്ന് അവിടെ ഇരുന്നുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ചെയ്യാം. അതിന് നമ്മൾ ക്യാപിറ്റലാക്കി ഇതൊരു A4 സൈസ് പേപ്പറാണ്. അതിനെ നമ്മൾ പരമാവധി എത്രയും നമുക്ക് വലുതാക്കാമോ അത്രയും വലുതാക്കി ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും നിങ്ങൾ കമ്പ്യൂട്ടർ ചെയ്യുമ്പോൾ ഇത് ഒരു പരിധിക്കുള്ള വലുതാക്കാനായിട്ട് പറ്റത്തില്ല. അതിന് പരിമിതിയുണ്ട്. കണ്ടോ? ഇനി നമുക്കിത് എടുത്തതിന് ശേഷം ഇത് വെട്ടി നമുക്ക് എവിടെയാണെന്ന് വെച്ചാൽ നമുക്കത് ഉപയോഗിക്കാം. ഇതിന്റെ ഫോണ്ടെല്ലാം നമുക്ക് മാറാൻ പറ്റും. ഇഷ്ടംപോലെ ഫോണ്ടുകൾ കിട്ടും. അപ്പോൾ ഇവിടെ ഇരുന്നുകൊണ്ട് തന്നെ പെട്ടെന്ന് ഒരാൾക്ക് ഒരു സാധനം അവിടെ എഴുതി ഒട്ടിക്കണം, ഭിത്തിയിലോട്ട് എഴുതി ഒട്ടിക്കണം. ദിസ് വേ. ഇപ്പോൾ ഒരു സാധനം വേണം, ദിസ് വേ. ഈ ഇലക്ഷനൊക്കെ വെക്കുന്ന സമയത്ത് നമുക്കിത് വളരെയധികം പ്രയോജനപ്പെടും. ഇതിൻ്റെ എല്ലാം ഒരുമിച്ച് പ്രിന്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്കിത് കട്ട് ചെയ്ത് എവിടെയാണ് ഒട്ടിക്കേണ്ടത് അവിടെ എല്ലാം ഒട്ടിക്കാം. ഒരിക്കലും നമുക്ക് അല്ലാതെ കമ്പ്യൂട്ടറിൽ നമ്മൾ വേർഡിൽ ചെയ്യുമ്പോൾ ഒരു പരിധി കൂടുതൽ, അത് ചെയ്യുന്ന അച്ഛന്മാർക്ക് അറിയാമല്ലോ, ഒരു പരിധി കൂടുതൽ നമുക്കത് വലുതാക്കാനൊന്നും പറ്റത്തില്ല. അപ്പോൾ നിങ്ങളുടെ പള്ളിയിൽ എന്തെങ്കിലും ഒരു സാധനം എഴുതി ഒട്ടിക്കണം, ഇതിൽ തന്നെ നമുക്ക് ചെയ്ത് അവിടെ ഒട്ടിക്കാം. നമ്മുടെ സ്റ്റൈലിനനുസരിച്ച് അങ്ങോട്ടോ ഇങ്ങോട്ടോ ചേഞ്ച് ചെയ്യാം. അതുകൊണ്ട് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ അത് കറങ്ങിക്കോളും. ഉണ്ടോ? ഇനി നമുക്ക് വേറെ ഹെൽപ്പ് നമുക്ക് ചെയ്യാൻ പറ്റും. നമ്മുടെ സൺഡേ ലെക്ഷണറി നമുക്ക് ഇതുപോലെ ചെയ്യാൻ പറ്റും. ഇപ്പൊ ഞാൻ അടിക്കുകയാണ് ലൂക്ക്. ഇതിപ്പോ പ്രായമുള്ളവർക്കൊക്കെ വായിക്കാവുന്ന രീതിയിൽ ലൂക്ക് ചാപ്റ്റർ 1, 3 to 6 ഈ സാധനം ഇങ്ങനെ അങ്ങോട്ട് 1-ാം പാഠം എന്നെഴുതി വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ ഒരു 2 പ്രിന്റ് എടുത്തു കഴിഞ്ഞാൽ ഇത് കട്ട് ചെയ്ത് അങ്ങോട്ട് നമ്മുടെ ബോർഡിനകത്തോട്ട് ഈസി ആയിട്ട് വെക്കാം. മനസ്സിലായ അച്ഛന്മാർക്ക്? ആരുടെ സഹായം നമുക്ക് വേണ്ട. നമ്മൾ ഒരു കമ്പ്യൂട്ടർ നമുക്ക് രാവിലെ ചിലപ്പം നമ്മൾ പോകാൻ നിൽക്കുമായിരിക്കും, നമ്മളൊരു 7:15 റെഡി ആയിരിക്കുക, 8 മണിക്ക് ശുശ്രൂഷ, പെട്ടെന്ന് അങ്ങോട്ട് ഫോൺ എടുക്കുക കമ്പ്യൂട്ടറിലോട്ട് അങ്ങോട്ട് പ്രിന്റ് വിടുക, കട്ട് ചെയ്തുകൊണ്ട് നേരെ പള്ളിയിൽ പോകാം. എളുപ്പ പരിപാടി. ഇതൊന്നും നമ്മൾ കമ്പ്യൂട്ടർ ചെയ്യുമ്പോൾ ഇതിന് ഭയങ്കര പരിമിതികളാണ്. കണ്ടോ? ഇതൊന്നും നമുക്ക് ഒരിക്കലും ഇത്രയും വലിയ സാധനവും ചിലപ്പോൾ കമ്പ്യൂട്ടർ ചെയ്യാനായിട്ട് പറ്റത്തില്ല. നല്ലതായിട്ട് കമ്പ്യൂട്ടറിലൊക്കെ ഡിസൈൻ ചെയ്യുന്ന അച്ഛന്മാർക്ക് ചോദിച്ചാൽ അറിയാൻ പറ്റും. ഇതാണ് മറ്റെന്തെങ്കിലും അച്ഛന്മാർക്ക് സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. ഇല്ലെങ്കിൽ നമുക്ക് എൻ്റെ കയ്യിലുള്ള അവനാഴികയിലുള്ള എല്ലാം കഴിഞ്ഞു. വളരെ നന്നായിരിക്കുന്നു അച്ഛാ, വളരെ നന്നായിരിക്കുന്നു. അച്ഛൻ വളരെ നന്നായി എക്സ്പ്ലെയിൻ ചെയ്തു, എല്ലാവർക്കും മനസ്സിലാകുന്ന പോലെ. നമ്മൾ ചെയ്തേ പഠിക്കത്തുള്ളൂ അച്ഛാ. നമ്മളിങ്ങനെ നമ്മളിങ്ങനെ കണ്ടോണ്ടിരിക്കും. പക്ഷെ ചെയ്തു വരുമ്പോഴേ അതിന്റെ ബുദ്ധിമുട്ടുകൾ എവിടെയൊക്കെയാണ്. നമ്മൾ ചെയ്തു വരുമ്പോൾ ഇത് ഇൻട്രസ്റ്റ് ആയിരിക്കും. ചിലപ്പോൾ ഏതെങ്കിലും അഡിക്ഷൻ ആവും. ആരുടെ ഒരു ഡിസൈൻ കണ്ടാലും ഞാൻ ചെയ്തു തരാമെന്ന് പറയും. അങ്ങനെ ഒരു പ്രശ്നമൊക്കെ ഉണ്ട് ഇതിന്. അപ്പൊ അത് നമ്മൾ പഠിക്കുന്നുണ്ട്, സ്കില്ല് പഠിക്കുക. എനിക്ക് വലിയ അഭിമാനമുണ്ട് അങ്ങനെ ഒരു സ്കില്ല് പഠിച്ചെടുക്കാൻ സാധിച്ചത്. അപ്പൊ നമ്മൾ അച്ഛന്മാർ ഇത്രയും പേര് ഒരു ദിവസം കൊണ്ടൊക്കെ ഈ സാധനം പഠിച്ചെടുത്ത അച്ഛന്മാർ എനിക്ക് അത്ഭുതം തോന്നിപ്പോയി. എനിക്ക് ഇന്ന് ഒരു 7ഓളം ഫയൽസ് ഇന്ന് രാവിലെ തന്നെ അച്ഛന്മാര് അതിരാവിലെയൊക്കെ ചെയ്ത് എനിക്ക് അയച്ചു തന്നവരുണ്ട്. അപ്പൊ അതൊരു ആ താല്പര്യം മതി ഇത് പഠിച്ചെടുക്കാൻ. അല്ലാതെ വേറെ ഒരു തരത്തിലുള്ള സ്കില്ലും ഇതിനാവശ്യമില്ല. ആ താല്പര്യവും ക്ഷമയാണ് ഏറ്റവും പ്രധാനം. പക്ഷെ പഠിച്ചെടുത്തു കഴിഞ്ഞാൽ നമ്മളെ സഹായിക്കുന്ന, പ്രത്യേകിച്ച് സ്കൂളിൽ കൊച്ചു കുഞ്ഞുങ്ങളൊക്കെ ഉള്ള അച്ഛന്മാർക്ക് ഭയങ്കരമായിട്ട് നമ്മളെ സഹായിക്കും. കൊച്ചു കുഞ്ഞുങ്ങളൊക്കെ ഉള്ളവർക്ക് പ്രിന്റ് എടുക്കാൻ, പെട്ടെന്ന് ഒരു പ്രിന്റ് എടുക്കണം, ഈ സാധനം നമ്മൾ ജസ്റ്റ് നിങ്ങളിപ്പോ
ഒരു പപ്പ ഒരു കടുവയുടെ പടം വേണം. ജസ്റ്റ് നിങ്ങൾ അങ്ങോട്ട് എടുക്കുക, ഈ എലമെന്റ്സ് അങ്ങോട്ട് എടുത്തു കഴിഞ്ഞിട്ട് ജസ്റ്റ് ഒരു ടൈഗർ നടിച്ചു കഴിഞ്ഞാൽ ആയിരക്കണക്കിന് ടൈഗർമാർ വരും. ഇതാ ഉണ്ടോ നിങ്ങളുടെ കുഞ്ഞിന് ഇത് നിങ്ങൾ എടുക്കുക, അങ്ങോട്ട് കട്ട് ചെയ്യുക, കൊച്ചിനെ അങ്ങോട്ട് അടിച്ചു കൊടുക്കുക, റെഡി. ഉണ്ടോ എന്തെളുപ്പമല്ലേ? നമ്മൾ ഇത്രയും സാധനം ഒരു കമ്പ്യൂട്ടർ ചെയ്യണമെങ്കിൽ എന്തോരം പാടാം. എലമെന്റ്സ് എടുക്കുന്ന സമയത്താണ്ട് എലമെന്റ്സ് എടുക്കുക, നമുക്ക് വേണ്ടുന്ന സാധനങ്ങൾ ഇവിടെ അങ്ങോട്ട് അടിക്കുക. ടൈഗർ നടിച്ചപ്പോൾ ക്യാറ്റാന്നല്ലോ വന്നത്. ആണ്ട ക്യാറ്റ് ഇതാണ്ട ഇഷ്ടം പോലെ ക്യാറ്റ്സ് വരുന്നു. അപ്പൊ നമുക്ക് ഓർത്തോണം, ഈ ഈ ഈ ഈ സിമ്പിൾ ഇല്ലാത്ത വേണം നമ്മൾ എടുക്കാൻ. എന്ത് എളുപ്പത്തിൽ സാധനം വന്നു. നമ്മുടെ കൊച്ചു കുഞ്ഞിന്റെ ബുക്കിൽ ഒട്ടിച്ച് അങ്ങ് വിട്ടാൽ മതി. ഓക്കെ അച്ഛാ, ഇത്രയേ ഉള്ളൂ. നമുക്ക് പ്രധാനമായിട്ട് പറയേണ്ട കാര്യങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ. ഇന്നത്തേക്ക് ഇത് മതിയെന്ന് പ്രതീക്ഷിക്കുന്നു. ഈ പ്രസംഗങ്ങളൊക്കെ ഉണ്ടാക്കുന്ന അച്ഛന്മാർക്ക് വളരെ പ്രയോജനപ്പെടും. ഈ ഫിലിപ്പ് ജോഷി അച്ഛനെ പോലെയൊക്കെ ഉള്ളവർ നിങ്ങളുടെ പ്രസംഗങ്ങളൊക്കെ നിങ്ങൾക്ക് ഈ സാധനത്തിൽ ചെയ്ത് വിടാൻ പറ്റും. ഫ്രണ്ട്സ്, നമുക്ക് മറ്റു സംശയങ്ങളൊന്നുമില്ലെങ്കിൽ ക്ലോസ് ചെയ്യാം അച്ഛാ. അച്ഛാ, ഇവിടെ സോനു അച്ഛൻ മൈൻഡ് ആയിരിക്കും അല്ലേ? ബഹുമാനപ്പെട്ട പ്രിൻസ് അച്ഛന്റെ സെഷൻ എല്ലാവർക്കും വളരെ പ്രയോജനപ്രദമായിരുന്നു എന്നോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഈ കൂട്ടത്തിൽ പലതരത്തിലുള്ള ആളുകൾ അച്ഛന്മാരുണ്ടായിരുന്നു. എസ്പെഷ്യലി ഇത് അറിയാവുന്നവരും ഇത് ചെയ്ത് പരിചയമുള്ളവരും, എന്നാൽ ആദ്യമായിട്ട് ഈ സോഫ്റ്റ്വെയറെ പരിചയപ്പെടുന്ന ആളുകളുമുണ്ട്. എന്നാൽ ആർക്കും ഒരു മടുപ്പ് കൂടാത്ത രീതിയിൽ വളരെ ഭംഗിയായി അച്ഛൻ ഈ സെഷൻ അതിന് നേതൃത്വം നൽകി എന്നുള്ളതാണ് അച്ഛന്റെ ഒരു മികവ്. അച്ഛൻ വളരെ സോനുവച്ച ഒരു കാര്യം ഞാൻ പറഞ്ഞോട്ടെ. ഇതിനകത്ത് എനിക്കൊരു സന്തോഷമുള്ള കാര്യം, ഇതിനകത്ത് വളരെ പ്രോ ആയിട്ടുള്ള അച്ഛന്മാർ വരെ ആദ്യം മുതൽ എന്തൊരു ക്ഷമയാണെന്നറിയാം. ആദ്യം മുതൽ ഈ സാധനം ഇരുന്ന് കണ്ടത് അതെനിക്ക് വലിയൊരു അത്ഭുതമായിരുന്നു കേട്ടോ. എന്നെ കൊണ്ട് പലപ്പോഴും പറ്റാത്തൊരു കാര്യമാണ്. ഏറ്റവും ഭംഗിയായിട്ട് സാധനം ഡിസൈൻ ചെയ്യുന്നവരെ ആദ്യം മുതലുള്ള സാധനം ഇങ്ങനെ ശ്രദ്ധയോടിരുന്ന് കാണുന്നുണ്ടായിരുന്നു. അതൊക്കെ വലിയൊരു കാര്യമാണ്. നമുക്ക് ഒരുമിച്ച് വളരാനുള്ള ഒരു നല്ല സാഹചര്യം അതൊക്കെ. താങ്ക് യു അച്ഛാ. സോനു അച്ഛാ, താങ്ക് യു അച്ഛാ. അച്ഛന്റെ ഒരു എഫേർട്ട്, അച്ഛൻ്റെ ഇതിലുള്ള ഒരു എക്സ്പെർട്ടൈസ് അച്ഛൻ ഞങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്തതിലുള്ള പ്രത്യേക സന്തോഷം. ഒഫീഷ്യലി ആനിമേഷൻ സെന്ററിന് വേണ്ടി, ഈ ഒരു സ്കിൽ ഡെവലപ്മെന്റ് പ്രോഗ്രാമിന് വേണ്ടി എല്ലാ അച്ഛന്മാരുടെയും പേരിൽ, ഈ മീറ്റിംഗിൽ സംബന്ധിക്കുന്നവരായ ഇപ്പോൾ ഉള്ളവരും ഇതിൽ ലെഫ്റ്റ് ആയവരുമായ എല്ലാ അച്ഛന്മാരുടെയും പേരിൽ പ്രിയപ്പെട്ട പ്രിൻസ് അച്ഛനോട് ഈ 2 ദിവസം സമയം ഞങ്ങൾക്ക് വേണ്ടി വേർതിരിച്ചതിലുള്ള നന്ദി, സ്നേഹം ഈ സമയത്ത് അറിയിക്കുന്നു. ഇങ്ങനെ ഒരു മീറ്റിംഗ് ക്രമീകരിച്ച് പ്രിയപ്പെട്ട ആനിമേഷൻ സെന്ററിനോട് റെൻസി അച്ഛനോടുള്ള സ്നേഹം, സന്തോഷം, നന്ദിയും ഈ സമയത്ത് അറിയിക്കുന്നു. ഇതിൽ പങ്കെടുത്ത എല്ലാ അച്ഛന്മാരോടും ഒരുപാട് സമയം ഇതിനുവേണ്ടി സ്പെയർ ചെയ്ത് വളരെ താല്പര്യത്തോടെ ഇൻട്രസ്റ്റിംഗ് ആയി ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്ത, റെസ്പോണ്ട് ചെയ്ത ബഹുമാന്യരായ എല്ലാ അച്ഛന്മാരോടുമുള്ള സ്നേഹം, സന്തോഷം, നന്ദി അറിയിക്കുന്നു. ഈ സെഷൻ നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. തുറന്നും എറിഗോയുടെ നമ്മുടെ കൂടുതൽ സെഷൻസ് ഉണ്ടാവും എന്ന് ആനിമേഷൻ സെന്ററിൽ നിന്ന് അറിയിക്കുന്നു. ഈ സെഷൻ വൈൻഡപ്പ് ചെയ്യുന്നതിനായി ഫൈനൽ ക്ലോസിംഗ് പ്രെയറിന് വേണ്ടി ബഹുമാനപ്പെട്ട വിനീത് ഈശ്വരച്ചനെ ക്ഷണിക്കുന്നു. വിനീത് അച്ഛ, അൺമ്യൂട്ട് ചെയ്യോ? റേഞ്ച് പ്രശ്നം കാണുമായിരിക്കും വേറെ അല്ലെങ്കിൽ. ഓക്കെ. വിനീതജൻ മീറ്റിംഗിലുണ്ട്, പക്ഷെ എനിക്ക് ഒന്ന് നെറ്റ്വർക്കിന്റെ പ്രശ്നമായിരിക്കും. മിഥുനജൻ ഉണ്ടോ? അച്ഛാ, പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന നല്ല ദൈവമേ, സ്വർഗസപരപിതാവേ, കർത്താവെ, നല്ലൊരു ദിവസം, നല്ലൊരു സമയം കർത്താവെ, ഞങ്ങൾക്ക് ഇപ്രകാരം ഒന്ന് ഒരുമിച്ച് കൂടുവാൻ കാലികമായ ജീവിതാനുഭവങ്ങളിൽ ഞങ്ങൾക്കും അത്തരത്തിൽ ഉണർന്ന് പ്രവർത്തിപ്പാൻ കർത്താവ് ഞങ്ങൾക്ക് തരുന്ന അവസരങ്ങൾക്കായി സ്തോത്രം. പ്രത്യേക കർത്താവെ, ഒരു ജൻസി യുഗത്തിൽ ഞങ്ങൾ ജീവിക്കുമ്പോൾ അവരോട് ചേർന്ന് ഞങ്ങൾക്കും ജീവിപ്പാൻ ഇത്തരത്തിലുള്ള ചെറിയ ക്രിയാത്മകമായ പ്രവർത്തനം ഞങ്ങൾക്കും പങ്കാളിയാവാനൊക്കെ തരുന്ന കൃപകൾക്കായി സ്വന്തം പ്രത്യേകിച്ച് ഞങ്ങൾക്ക് നേർന്ന പ്രിൻസജനായ സ്തോത്രം.
തമ്പുരാനെ അച്ഛനിലൂടെ ഞങ്ങൾക്ക് ലഭിച്ച നല്ല നേതൃത്വങ്ങൾ കർത്താവ് തുറന്നും ഞങ്ങൾക്കും ഞങ്ങളുടെ സഭയ്ക്കും ഒക്കെ അനുഗ്രഹമാവാൻ തക്കവണ്ണം തമ്പുരാൻ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇതിനായിട്ട് എല്ലാ ക്രമീകരണങ്ങളും ചെയ്ത അനിമേഷൻ സെന്ററിനെ ഓർത്ത് പ്രാർത്ഥിക്കും. പ്രതികരണത്തിനായ സ്തോത്രം. കർത്താവെ തുടർന്നും ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുവാൻ പ്രിയപ്പെട്ട അച്ഛനെയും അനിമേഷൻ സെന്ററിലേക്ക് ബലപ്പെടുത്തണേ പ്രാർത്ഥിക്കും. ഇന്ന് രാത്രി ഞങ്ങൾ നല്ല നിദ്ര അനുഗ്രഹിക്കണേ വെപ്പ. നാളത്തെ പ്രഭാതം തുടർന്ന് നിന്നെ സ്തുതിപ്പാൻ ഞങ്ങൾക്ക് ശക്തി തരണമെന്നും മെസ്സിയ മൂലം പ്രാർത്ഥിക്കുന്ന ദൈവം കേൾക്കുമാറാകണമേ. ആമേൻ. ആമേൻ.